ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് നിങ്ങൾ വിശ്വസിക്കുന്നിടത്തില്ല? പ്രാർത്ഥനയാണ് ഏറ്റവും അനിവാര്യമായ, ശ്വാസം പോലെ ഏറ്റവും വലിയ അനിവാര്യതയുള്ളത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും നിങ്ങൾ തിരിച്ചറിയണം, പ്രാർത്ഥിക്കുന്നവനെ അടുത്ത തലത്തിലേക്ക് ദൈവം മാറ്റും. എൻ്റെ കൂടെ വരുന്നില്ല നിങ്ങൾ? പ്രാർത്ഥിക്കുന്ന ഒരുവനെ അടുത്ത തലത്തിലേക്ക് ദൈവം തമ്പുരാൻ മാറ്റും. പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ നടന്നാലും അവരും അടുത്ത തലത്തിൽ വരും. ഹല്ലേലൂയ. ഈ രണ്ട് മണ്ഡലങ്ങളെ ഇന്ന് തൊട്ടു പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരുവൻ്റെ മേൽ ആത്മാവിനെ പകരുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുന്ന ഒരുവൻ്റെ കൂടെ ദൈവശക്തി പകർന്നുകൊണ്ടേയിരിക്കും. അവൻ ഇന്നുള്ളതിനേക്കാൾ അടുത്ത ദിനങ്ങളിൽ ശ്രേഷ്ഠതയുള്ളവനായി മാറും. ഓരോ ദിവസം ആത്മാവിൻ്റെ വളർച്ച വരുന്നത് പ്രാർത്ഥിക്കുന്നവൻ്റെ മേലാണ്. പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഉപയോഗിക്കുവാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്നവനെ ദൈവം മണ്ഡലങ്ങൾ വ്യത്യാസപ്പെടുത്തുവാൻ തുടങ്ങുക. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവത്തിൻ്റെ കരുതലുകൾ വെളിപ്പെടുത്തുവാൻ തുടങ്ങും. പ്രാർത്ഥന ഏറ്റവും അനിവാര്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല. ഇന്ന് നിങ്ങളുടെ അകത്തറിയണം, ബൈബിൾ കോളേജിൽ പോയി പഠിച്ച ചരിത്രങ്ങൾ പഠിക്കാൻ പറ്റും. പ്രാർത്ഥന അവിടുന്ന് കിട്ടുന്നതല്ല. പ്രാർത്ഥന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുക്കപ്പെടുന്നതാണ്. പ്രാർത്ഥന. യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു, പത്രോസ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ഏലിയാവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, എലീശ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ഫിലിപ്പോസ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിനകത്ത് ദാനിയേലിനെ കാണുമ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ബൈബിൾ വചനം പറയുകയാണ്, ദിനങ്ങളും 3 പ്രാവശ്യം ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ആ പ്രാർത്ഥിക്കുന്നവനോട് ദൈവം ഇടപെടുന്നവനാണ്. ഇന്ന് പകൽ ഈ പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങൾ അറിയണം, പ്രാർത്ഥിക്കുന്നവനോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? പ്രാർത്ഥിക്കുന്നവനോട് ദൈവം സംസാരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എത്ര ഒരു വിശ്വാസത്തോടെ ഈ പകൽ ഏറ്റെടുക്കാൻ റെഡിയാവുന്നുണ്ട്? നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ്, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിതന്മാരോട് സംസാരിക്കേണ്ട സമയമാവും, നിങ്ങളുടെ മക്കളുടെ കൂടെ ചെലവഴിക്കേണ്ട സമയമാണ്. ഈ സമയങ്ങൾ കളഞ്ഞ് നിങ്ങൾ ദൈവസന്നിധിയിൽ സംസാരിക്കുവാൻ നിന്നാൽ, പ്രാർത്ഥിക്കുവാൻ നിന്നാൽ, ഹല്ലേലൂയ, ദൈവം ചില ഇടപെടലുകളെ ദൈവം തമ്പുരാൻ നടത്തും. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ ദാനിയേലിനോട് ദൈവം പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഒരുവൻ കണ്ട സ്വപ്നം പോലും വ്യാഖ്യാനിക്കത്തക്ക തലത്തിൽ ദാനിയേലിനോട് പറയുക, ദാനിയേലെ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം എനിക്ക് സ്വർഗത്തിലുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ വാതിലുകളെ തുറക്കുന്നത് വിശ്വാസത്തിൽ പ്രാർത്ഥനയാണ്. ഞാനിത് പറഞ്ഞു കൊണ്ടുവന്നതിന്റെ കാരണം, ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ വിശ്വാസത്തിൽ കടന്ന് 6 മാസക്കാലത്തോളം മണിക്കൂറുകളോളം ദൈവസന്നിധി ഇടവില്ലാതെ പ്രാർത്ഥിച്ചതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, ഇങ്ങനൊരു ദൈവമുണ്ടെങ്കിൽ. അത്ഭുതങ്ങളൊക്കെ ഒത്തിരി കണ്ടു, പക്ഷെങ്കിൽ ദൈവമുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം എനിക്കൊന്ന് അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ ശബ്ദമൊന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ദിനങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്തിനു വേണ്ടി എന്നറിയത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ഡിമാൻഡേ ഉള്ളൂ, ദൈവമുണ്ടെങ്കിൽ ആ ദൈവ സാന്നിധ്യം ഞാൻ ഒന്ന് അനുഭവിക്കണം. പലരും പറയും ശരീരത്തെ തണുപ്പടിക്കും, കാറ്റടിക്കുന്ന പോലൊക്കെ തോന്നും. ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ വരുന്നെങ്കിലും അതെല്ലാം ആണെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ അല്ല. അങ്ങനെ ഒരു വിശ്വാസത്തിനകത്ത് നിൽക്കുമ്പോൾ ഒരു ദൈവശബ്ദം, ഒരു മുഴക്കം പോലെ എൻ്റെ ഉള്ളിനകത്ത് വന്നു. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം നിനക്ക് സ്വർഗത്തിലുണ്ട്. അത് 3 പ്രാവശ്യം എൻ്റെ ജീവിതത്തിനകത്ത് കേൾക്കുവാൻ തുടങ്ങി. പ്രാർത്ഥന 6 മാസക്കാലത്തോളം ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ വാക്കായിരുന്നു അങ്ങനെ. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം എനിക്ക് സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം പറയുക, ആത്മാവിന്റെ നിറവിൽ അന്ന് എനിക്ക് തന്നൊരു ഗിഫ്റ്റായിരുന്നു ദൈവം ഇന്ന് പലതിനും വെളിപ്പെടുത്തി തരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ദൈവസഭയ്ക്കകത്തൊന്നു പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളെ കാണുന്നവരായി മാറും. പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ അത്ഭുതങ്ങളെ കാണുവാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തി ഉണ്ട്. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, പ്രസംഗിക്കുന്നവന്റെ കൂടെ അല്ല ഇറങ്ങി വരുന്നത്, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരുവനാ. പ്രാർത്ഥന നിങ്ങളുടെ അകത്ത് തിരിച്ചറിയണം. പ്രസംഗിക്കുന്നവനെ ലോകമറിഞ്ഞാലും പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ നീ പ്രസിദ്ധനായാലും പ്രസിദ്ധനായില്ലെങ്കിലും ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ പകരപ്പെടുവാൻ തുടങ്ങിയാൽ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുത വാതിലുകളെ തുറക്കുവാൻ തുടങ്ങും. അബ്രഹാമിനെ ലോകം അറിഞ്ഞില്ല കേട്ടോ, അബ്രഹാമിനെ അറിഞ്ഞില്ല, പക്ഷെ അറിയാൻ ദൈവം ഒരു കാലം വെച്ചിട്ടുണ്ടായിരുന്നു. അബ്രഹാം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. മമ്രയുടെ തോട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവന്റെ തലമുറകൾ ഉണ്ടായത് അറിഞ്ഞില്ല.
അവന് വേണ്ടി ഇസഹാക്കിനെ ദൈവം തമ്പുരാൻ കൊടുത്തതറിഞ്ഞില്ല. പക്ഷെ എന്നാൽ ഒരു കാലത്ത് ക്ഷാമകാലം വന്നപ്പോ ആ ക്ഷാമകാലത്ത് ഇസഹാക്ക് ഒരു വിതയങ്ങ് വിതച്ചു കേട്ടോ. ആ സമയത്ത് അനേകരും വിതച്ചതാ. പക്ഷെ 100 മേനി ഫലം കായ്ച്ചപ്പോ ആൾക്കാർ ചോദിക്കുവാൻ തുടങ്ങി, ഇത് ആരുടെ മകനാണ്? ഇത് പണ്ട് ഇതിലൂടെ നടന്നുപോയ ഒരു വൃദ്ധനായ മനുഷ്യനില്ലായിരുന്നു അബ്രഹാം എന്ന് പേരുള്ള അവന്റെ മകനായി ഇസഹാക്കാണ് വിതച്ചത്. എന്താ കാരണം എന്നറിയോ? പ്രാർത്ഥിച്ച് ലഭിച്ചവനകത്തൊരു 100 മേനി വിളയപ്പെടും. പ്രാർത്ഥിച്ച് ലഭിക്കപ്പെട്ടവര് തലമുറയെ കിട്ടിയത് അബ്രഹാം പ്രാർത്ഥിച്ചാണെങ്കിൽ ഇന്ന് പകൽക്കാലം വരെ നീ പ്രാർത്ഥിച്ച് നേടിയത്, അവൻ പ്രാർത്ഥിച്ച് നേടിയത് നഷ്ടപ്പെട്ടു പോകത്തില്ല. പ്രാർത്ഥിച്ച് നേടിയത് ദൈവം അത്ഭുതമായി മാറും. അവൻ പ്രാർത്ഥിച്ച് നേടിയതിനകത്തൊരു കിളിർപ്പുണ്ടാകും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, പ്രാർത്ഥിച്ച് ദൈവം തമ്പുരാൻ നിനക്ക് തരുന്നത് അത്ഭുതമായി മാറുവാൻ തുടങ്ങും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം അറിയണം, പ്രാർത്ഥിക്കുന്നവന് ഇരട്ടി പങ്ക് കൊടുക്കുന്നത് അഭിഷേകത്തിന്റെ ശക്തിയാണ്. യേശു പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ പോകുകയാണ്, പകരമായി ഒരു കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കും. എന്നിട്ട് പറയും, ഞാൻ ചെയ്യുന്നതിലും അധികം നിങ്ങൾ ചെയ്യുവാൻ തുടങ്ങും. ഇന്ന് പകൽ വിശ്വാസത്തിനകത്ത് ഏറ്റെടുക്കുന്നുണ്ടോ? ഇന്ന് പകൽ അറിയണം, പ്രാർത്ഥിക്കുന്ന ഒരുവന് ഇരട്ടി പങ്ക് അഭിഷേകം കൊടുക്കുന്നതുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനകത്ത് ഞാൻ ദൂത് പറയുക, ഒരുവന്റെ മേൽ ആത്മാവിനെ പകരുവാൻ തുടങ്ങിയ, പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ മേൽ അഭിഷേകത്തെ പകരുവാൻ തുടങ്ങിയ, പ്രാർത്ഥിക്കുന്ന ഒരുവനോട് ദൈവത്തിൽ അഭിഷേകം പകരാൻ തുടങ്ങിയ, അതിന്റെ പാരമ്പര്യത്തിൽ നുഖങ്ങൾ വരെ ഒടിയപ്പെടുവാൻ തുടങ്ങും. പാരമ്പര്യത്തിന് ബന്ധനങ്ങൾ അഴിയപ്പെടാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്ന ഒരുവൻ, ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരുവൻ, ജൽപ്പനം ചെയ്യുന്നവരുടെ കാര്യമല്ല, ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി സ്വർഗം ഇടപെടാൻ തുടങ്ങിയാൽ അവന്റെ വീടിന്റെ അവസ്ഥകളെ ദൈവം തമ്പുരാൻ മാറ്റാൻ തുടങ്ങും. അവന്റെ തലമുറയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. ഇന്ന് പകൽ ആത്മാവിന് ഒരു ശക്തി ഉണ്ടെന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ പരിശുദ്ധാത്മാവിലറിയണം, പ്രാർത്ഥിച്ച് നേടിയത് മാത്രമേ കാണാവുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പ്രാർത്ഥിച്ച് നേടിയ ഡിപ്പോസിറ്റ് നിങ്ങളുടെ കൈ കാണാവുള്ളൂ. പ്രാർത്ഥിച്ച് നേടുന്നതെല്ലാം ദൈവം ദാനം തരുന്നതാ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച വചനത്തിന് വേണ്ടി ചോദിച്ചത്, പ്രാർത്ഥിച്ച ഞാൻ ശുശ്രൂഷ ചോദിച്ചത്, പ്രാർത്ഥിച്ച ഞാൻ എന്തെല്ലാം ഞാൻ നേടിയോ എന്ന് ഈ ഭൂമിയിൽ എനിക്ക് തോന്നിയാൽ മുഴുവനും ദൈവസന്നിധി പ്രാർത്ഥിച്ച് നേടിയതാ. ഒരുവന് വേണ്ടി ഇടിവിൽ പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രതിഫലവും കണ്ടിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ 10-18 വർഷം ഒരത്ഭുതം കാണാത്തവൻ ഇവിടെ വന്ന് 6 മാസം കൊണ്ട് അത്ഭുതത്തിലേക്ക് മാറിയതിന്റെ കാരണം എന്നറിയോ? ഇടിവിലൊരു പ്രാർത്ഥിക്കാൻ ധൈര്യത്തോടെ എനിക്ക് പറയാൻ പറ്റൂ, എൻ്റെ അപ്പൻ്റെ അടുത്തൊരു വിഷയം പറഞ്ഞാൽ നടക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? എൻ്റെ ധൈര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് സംസാരിക്കുമെന്നുള്ളതാ. ഹല്ലേലൂയ. ലോകത്തിന് അറ്റം കണ്ടെന്നുള്ളതല്ല, പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും നേടിയെന്നുള്ളതല്ല, പ്രാർത്ഥിക്കുന്ന എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വിളിച്ചു പറയാ, പ്രാർത്ഥിക്കാൻ റെഡിയാണെന്ന് വരികിൽ, ഇരിക്കാൻ റെഡിയാണെന്ന് വരികിൽ, ഇന്ന് പകൽക്കാലം നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരു സർവശക്തനായ ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഹല്ലേലൂയ. ഒരു അനുഭവമായി മാറുക, ഒരു അത്ഭുതമായി മാറണം, ഒരു വിടുതലായി മാറണം, പ്രാർത്ഥന ഒരു പകർച്ചയായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് നേടുന്നത് അത്ഭുതമായി മാറും. പത്രോസ് പ്രാർത്ഥിച്ച് നേടിയവനാ, പൗലോസ് പ്രാർത്ഥിച്ച് നേടിയവനാ, ശീലാസ് പ്രാർത്ഥിച്ച് നേടിയവനാ, ഏലിയാവും എലീശായും പ്രാർത്ഥിച്ച് നേടിയതാ. ഇന്ന് പകൽക്കാലം പറയാം, ഒരുക്കമുള്ളവനെ കരുതുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിച്ചു. 8-ാമത്തെ വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. അപ്പോൾ നിങ്ങൾ ആരായി മാറും? ശിഷ്യന്മാരാകും. അപ്പൊ ഗുരുവിനുള്ള ശ്രേഷ്ഠത ആർക്ക് വേണം? ശിഷ്യന്മാർക്ക് വേണം. യേശുവിനുള്ളത് ആർക്ക് വേണം? ശിഷ്യത്വത്തിൽ വരുന്നവർക്ക് വേണം. ഉപയോഗിക്കപ്പെടണോ? അത്ഭുതം കാണണമോ? വലിയൊരു ദൈവസാന്നിധ്യം അനുഭവിക്കണോ? നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ തലമുറകൾ വലിയ അനുഗ്രഹത്തിലേക്ക് പോകണോ? നിങ്ങളിൽ വരേണ്ടത് പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്.
പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ആമീ വാതിലുകളെ തുറക്കുവാൻ സ്വർഗത്തിൽ അനേക ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് യേശു പറയുന്നൊരു വാക്കിനെ നിങ്ങൾ നോക്കിയോ, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. നിങ്ങൾ ഫലം കായ്ക്കുന്നെങ്കിൽ മാത്രമേ ആരിലേക്ക് വരത്തുള്ളൂ? ശിഷ്യത്വത്തിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഒരു ശിഷ്യത്വത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയുടെ എണ്ണം അവരാരെ പോലെ ആരെയായിരിക്കും ഫോളോ ചെയ്യുന്നേ? ആ ഗുരുവിനെയാ. ഗുരു എങ്ങനാണോ അങ്ങനാകാൻ ആരാഗ്രഹിക്കും? ശിഷ്യൻ ആഗ്രഹിക്കും. ഗുരുകുലങ്ങളിൽ പോകുന്ന അങ്ങനെ ഗുരു വാൾപ്പയറ്റ് പഠിക്കാൻ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവരെ പോലെ ആകുവാനാ. ഡ്രൈവിംഗ് പഠിക്കുക, നിസ്സാരമായ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു ഒരു ഗുരു പഠിപ്പിക്കുക. എന്നിട്ട് ഈ പുള്ളി എന്താ ചെയ്യാൻ പോകുന്ന? ശിഷ്യനും ഈ വാഹനം ഓടിക്കുക ആരെ പോലെ? ഗുരു പഠിപ്പിച്ചതുപോലെ തന്നെ. ഇതുപോലെ തന്നെ യേശു പറയുവാണ്, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അധിക ഫലം കായ്ക്കുന്നുണ്ട്, എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ ആരായി മാറി? എൻ്റെ ശിഷ്യന്മാരായി. 16-ാമത്തെ വാക്യം, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അങ്ങനല്ല. 16-ാമത്തെ വാക്യം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അപ്പൊ ഇതിനകത്ത് നോക്കിയേ, നിങ്ങളെ എന്തിലേക്ക് ദൈവം വിളിച്ചു? നിങ്ങൾ ഫലം കായ്ക്കാൻ. 1, 2 ശിഷ്യത്വത്തിലേക്ക് വിളിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം, എന്നിട്ട് എനിക്ക് കയറി പോകാൻ പറ്റുള്ളൂ. വലിയൊരു ആത്മസാന്നിധ്യം ഇറങ്ങാനാ. അപ്പൊ യേശു കർത്താവ് ഇവിടെ പറയുന്നു, നിങ്ങളെങ്ങനാ? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? ഫലം കായ്ക്കേണ്ടതിന് വരി. യേശു കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ആരെ പോലെ ആകുവാൻ? യേശുവിനെ പോലെ ആകുവാൻ. എങ്ങനാകുവാൻ? ഫലം കായ്ക്കുന്നവരാകുവാൻ. അപ്പൊ ഫലത്തിലേക്ക് നിങ്ങൾ വരണമെന്ന് വരികിൽ യേശു എന്തായിരുന്നു അത് നിങ്ങൾ ആകണം. യേശുവിനെ കാണാം, രാത്രിയുടെ യാമങ്ങളിൽ മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ കാണാം. ഏകനായി പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന കാണാം. ഏകനായി മാറിയിരുന്ന ഒറ്റയ്ക്ക് പിതാവിനോട് സംസാരിക്കുന്ന ഒരു യേശുവിനെ കാണാം. യേശുവിൻ്റെ പ്രാർത്ഥന പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെ വിളിച്ചുകൊണ്ട് ഉയർന്ന മലയിലേക്ക് കയറിപ്പോയി. പത്രോസ്, യോഹന്നാനും യാക്കോബും മാറി നിൽക്കുമ്പോൾ, യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലിയാവ്, മോശ മരിച്ചവരെ അവിടെ വെളിപ്പെടുവാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ ശക്തി. ഈ പ്രാർത്ഥന ആര് കണ്ടു വളർന്നു? പത്രോസും യോഹന്നാനും യാക്കോബും കണ്ടു. യേശു ആഗ്രഹിച്ചത് എന്ത്? ആമീൻ. യേശുവിനെ പോലെ പ്രാർത്ഥിക്കുന്നവരും അങ്ങനെ ഒരു ശിഷ്യന്മാർ വേണമെന്ന് ആരാഗ്രഹിച്ചു? യേശു ആഗ്രഹിച്ചു. നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ. യേശു ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചവനോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്ത് നല്ലവണ്ണം അറിയണം, പ്രാർത്ഥിക്കാത്ത ഒരുവന് പ്രസംഗിക്കാൻ പറ്റും, പ്രാർത്ഥിക്കുന്ന ഒരുവന് അത്ഭുതം ചെയ്യാൻ പറ്റും. എൻ്റെ കൂടെ വരുന്നില്ല. പ്രസംഗിക്കുന്നത് പഠനത്തിൽ നിന്നാണെങ്കിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നത് ആത്മാവിൽ നിന്നാണ്. എൻ്റെ കൂടെ വന്നേ, കടന്ന് നിങ്ങൾ വന്നേ. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സ്വർഗത്തിൻ്റെ അഭിഷേകത്തെ പകർന്നു കൊടുക്കും. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം കൂടെ നിൽക്കും. പ്രാർത്ഥിക്കുന്നവന് ഒരു അടയാളമായി മാറും. യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെടണം, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതഗ്രസ്തരെ വിടുവിക്കണം. എന്നിട്ട് പറഞ്ഞു, ദൈവരാജ്യം പ്രസംഗിക്കണം. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ കൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ ഭവനത്തിനകത്ത് ഭൂതത്തിന്റെ കെട്ടുവരത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ മേൽ പോരാട്ടങ്ങൾ വരത്തില്ല. പോരാട്ടം അതിന് പുറത്ത്. പോരാടുന്നവർ തകരപ്പെടുന്ന ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാ ശക്തി. ഈ പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയുന്നതിന്റെ ഒന്നാമത്തെ ഡിമാൻഡ്, നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റും, നിങ്ങൾക്ക് പാടുവാൻ പറ്റും, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ സ്വർഗം കൂടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരുവൻ
ദൈവം അവന്റെ മണ്ഡലത്തെ മാറ്റിക്കളയും. പ്രാർത്ഥിക്കുന്ന ഒരുവൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന അകത്ത് കപടതയും അസൂയയും കുശുമ്പും പിണക്കവും വിദ്വേഷവും പ്രാർത്ഥിക്കില്ലേ? പ്രാർത്ഥിക്കുന്നവൻ ആരെ പോലെ പ്രാർത്ഥിക്കണം? യേശു പ്രാർത്ഥിച്ചതിന്റെ പ്രതിഫലം വരുന്നത് എവിടെയാണെന്നറിയാവോ? യേശു രോഗികളെ സൗഖ്യമാക്കി, ഭൂതഗ്രസ്തരെ വിടുവിച്ചു, അത്ഭുതങ്ങളൊക്കെ ചെയ്തു. യേശുവിനെ അവസാന ക്രൂശിലേക്ക് കൊണ്ടുപോയി ക്രൂശിൽ തറച്ചു. യേശു ഒരു പ്രതിഫലം അവിടെ പറഞ്ഞു, ഇവർ ചെയ്യുന്ന എന്തെന്നറിയായിക്കാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്വർഗത്തിൽ നിന്ന് കിട്ടിയ കൃപയാണ് യേശുവിന്റെ നാവിൽ ചലിച്ചതെങ്കിൽ ഇന്ന് പകൽ അകത്തിരുന്ന വിദ്വേഷവും പകയും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനല്ല, ആമേ, ഹൃദയ തകർന്നൊരു പ്രാർത്ഥന അകത്തുനിന്ന് വെളിപ്പെടണം. ആത്മാവിന്റെ അഭിഷേകം നിന്റെ മേൽ വരണമെങ്കിൽ, നിന്റെ തലമുറയ്ക്കകത്തൊരു അനുഗ്രഹം വരണമെങ്കിൽ, നിന്റെ തലമുറയ്ക്കകത്തൊരു ഉയർച്ച വരണമെങ്കിൽ, നിന്റെ ഭവനത്തിന്റെ ബൗണ്ടറി മാറണമെങ്കിൽ ഈ പകൽ വിശ്വാസത്തോടെ ഒരു പ്രാർത്ഥന വെളിപ്പെടട്ടെ. നിന്റെ അകത്തൊരു ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങണമെങ്കിൽ ഇന്ന് പകൽ അറിയാം, ആത്മാവ് ഒരുവന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങിയാൽ അവന്റെ സ്ഥിതി, ഈ പകലിൽ പരിശുദ്ധാത്മാവ് പകർന്നാൽ ഇന്ന് പകൽ നിന്റെ സ്ഥിതി മാറാൻ പോകുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഒരു പുതിയ പകർച്ച ഉണ്ടാവും പ്രാർത്ഥിക്കുന്നവന്റെ മേൽ, പുതിയൊരു അഭിഷേകം ഉണ്ടാവും. സങ്കീർത്തനം എടുത്ത്, സങ്കീർത്തനം 92-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. പുതിയ ഒരു എണ്ണ എന്റെ മേൽ പകരാൻ പോവുക. ഇവിടെ ഒന്നുകൂടെ വായിച്ചേ. എങ്കിലും എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ, എങ്കിലും എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ എന്നത്ത് പുതിയൊരു അഭിഷേകം എന്റെ മേൽ വരും. പ്രാർത്ഥനയുണ്ടോ? പുതിയൊരു വാഞ്ചയോടെ ഇരിപ്പുണ്ടോ? പുതിയൊരു അഭിഷേകം ഇന്ന് പകരുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പുതിയൊരു പകർച്ച. അതെങ്ങനെ? കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ബലത്തോടെ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനകത്താണ് പുതിയൊരു അഭിഷേകം ദൈവസഭയുടെ മേലും ദൈവസഭയ്ക്കകത്തിരിക്കുന്നവരുടെ മേലും പകരപ്പെടുമ്പോ ഇന്ന് പകൽ നീ ആള് മാറിയവനെ പോലായി മാറുവാൻ പോകുക. ഒരു പുതിയ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ ദൈവം പകരാൻ തുടങ്ങിയാൽ, ആമേൻ, നിങ്ങൾ ഈ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം കേൾക്കുന്നത്. എന്നൊരു പുതിയൊരു മണ്ഡലം ദൈവം തുറക്കാൻ പോകുക. പുതിയൊരു അഭിഷേകം. എന്നും ഇങ്ങനെ എന്നും നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞിരിക്കുവാനല്ല, നാട്ടുകാരുടെ വിഷയങ്ങൾ തീർക്കാനുള്ള കൃപ നിന്റെ മേൽ തരാൻ പോകുക. ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡി ആയിക്കോ. ഇന്ന് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നിന്റെ തലമുറയുടെ വിഷയമാകാം. ഇന്ന് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നിന്റെ ഭവനത്തിന്റെ വിഷയമാകാം. ഇന്ന് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില രോഗത്തിന്റെ അവസ്ഥ മാറാനാകാം. ഇന്ന് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില കടഭാരത്തിന്റെ വിഷയങ്ങളാകാം. എന്നാൽ ഇന്ന് ദൈവം നിന്റെ ആത്മാവിനകത്ത് പറയുക, പുതിയൊരു അഭിഷേകം പകരാൻ പോകുക. പുതിയൊരു അഭിഷേകത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നലെ വരെ നീ അനുഭവിച്ചുകൊണ്ടിരുന്നതിനകത്തല്ല, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ നിന്റെ മേൽ വരാൻ പോകുക. പുതിയൊരു അഭിഷേകം നിന്റെ മേൽ വരാൻ പോകുക. പുതിയൊരു വീഞ്ഞിനെ നിന്റെ മേൽ പകരപ്പെടാൻ പോകുക. പുതിയൊരു എണ്ണ കൊണ്ട് നിന്നെ ഇന്ന് പകലിൽ അഭിഷേകം ചെയ്യുകയാണ്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അഭിഷേകം പകർന്നോ പറയുന്നത്, അവ കൂരിന് താഴ്വരെ കൂടി നടന്നാൽ എനിക്കൊരു അനർത്ഥവും വരത്തില്ല. ഇന്ന് പകൽ പുതിയൊരു അഭിഷേകം നിന്റെ മേൽ പകർന്ന, പുതിയൊരു അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെട്ട ഇന്ന് പകൽ അറിഞ്ഞോ, നീ നടക്കുന്ന വഴിയിൽ പോലും അത്ഭുതം നടക്കാൻ പോകുക. നിനക്ക് വേണ്ടി പുതുവഴികൾ ദൈവം തുറക്കാൻ പോകുക. ഇന്ന് പകൽ വിശ്വാസത്തോടെ ഒരു പ്രാർത്ഥന വെളിപ്പെടട്ടെ, ഒരു പ്രാർത്ഥന വെളിപ്പെടട്ടെ, ഒരു പ്രാർത്ഥന വെളിപ്പെടട്ടെ. ഇന്ന് പകൽ നിന്റെ ഭവനത്തിലെ ചങ്ങലകൾ അഴിയാൻ പോകുക. നിന്റെ ബന്ധനങ്ങൾ അഴിയാൻ പോകുക. നിന്റെ ഭവനത്തിനകത്തൊരു വിടുതൽ നടക്കാൻ പോകുക. ഇന്ന് പകൽ ഒരു പകർച്ച വ്യാപരിക്കുക. ആത്മാവിന്റെ തീയുടെ വ്യാപാരം, ആത്മാവിന്റെ തീയുടെ വ്യാപാരം, ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഈ പകലിൽ പകരട്ടെ. നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചെങ്കിൽ, നാളുകൾ കൊണ്ട് കണ്ണുനീരൊഴുക്കിയെങ്കിൽ അതിൽ നിന്ന് ദൈവം നിന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുക. അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുക. നീ ദൈവത്തിന് പുതിയതിനെ പകരാൻ പോവുക. അതുകൊണ്ട് പറയുന്നു, പുതിയ എണ്ണ, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്ന പകലാണ്. പുതിയൊരു അഭിഷേകം എന്റെ മേൽ പകരുന്നതാണ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? പുതിയതൊന്ന് ദൈവം പകരാൻ തുടങ്ങിയ, പുതിയൊരു പകർച്ച നിന്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങിയ ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽ അകത്ത് നിങ്ങളുടെ വ്യക്തമായി നിങ്ങൾ അകത്തറിയണം. ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന് ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആമേ, നാളുകൾ കൊണ്ട് നമ്മളെ സബ്ജക്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
എൻ്റെ കൂടെ ഉണ്ടോ? നാളുകൾ കൊണ്ട് കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയം പ്രാർത്ഥിക്കുക, എൻ്റെ രോഗത്തിനെ കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുക, എൻ്റെ ഭവനത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുക. പുതിയൊരു അഭിഷേകം വന്നാൽ പത്രോസിനകത്ത് നോക്കി, പത്രോസിൻ്റെ അവസ്ഥയ്ക്കകത്ത് നോക്കി പടക ശൂന്യമായി പോയി. എന്നാൽ ദൈവം പുതിയതൊന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ പടകിനെ തമ്പുരാനങ്ങ് നിറച്ചു. പിന്നീട് അവൻ പടകിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ടി വരത്തില്ല. ഇന്ന് പുതിയൊരു അഭിഷേകം വരാൻ തുടങ്ങിയ ഇന്ന് പകൽ പറഞ്ഞു, നീ വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നത് മുഴുവൻ ഇന്ന് പകൽ കൊണ്ട് മാറാൻ പോവുക. നീ വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്ന ചില വിഷയങ്ങളെല്ലാം മാറാൻ പോവുക. ആമീൻ പറയുന്നവർക്ക് ആമീൻ പറയാം. ആമീൻ ഏറ്റെടുക്കേണ്ടവർക്ക് ഏറ്റെടുക്കുക. ആമീൻ പുതിയതൊന്ന്, യേശു പുതിയതൊന്നിലേക്ക് മാറിയ ഒരു വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോ 17-ന്റെ 1-ലേക്ക് ഒന്ന് വന്നു നോക്കി. ഇത് സംസാരിച്ചിട്ട് കണ്ടവരെടുത്തു. യേശു സ്വർഗ്ഗത്തേക്ക് പറഞ്ഞു തന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന്. ഇന്നത്തെ പ്രാർത്ഥന അതായി മാറാം. ഇന്ന് നാഴിക വന്നിരിക്കുന്നു. സഭാപ്രസംഗി ആകാശത്തിന് കീഴിൽ സകലത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇന്ന് ആ സമയമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് അതിന്റെ റൈറ്റ് ടൈം ആണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നാഴിക വന്നിരിക്കുന്നു എന്നിട്ട് പറയുന്ന വാക്ക്, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന്. അപ്പോൾ ഓർത്ത് നോക്കി, നിന്നെ മഹത്വപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ ഒന്ന് മഹത്വപ്പെടുത്തണം. യേശുവിനെ എനിക്കൊന്ന് മഹത്വപ്പെടുത്തണമെങ്കിൽ ആരെന്നെ മഹത്വപ്പെടുത്തണം? എൻ്റെ കൂടെ നിങ്ങൾ വരുന്നില്ല. ഞാൻ പോയി രോഗികളുടെ മേൽ കൈവച്ചു, രോഗി സൗഖ്യമാകുന്നില്ലല്ലോ. രോഗി സൗഖ്യമായാലോ ആരുടെ നാം മഹത്വമെടുക്കും? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെ? ഒരു വലിയ ദൈവപ്രവൃത്തി ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ നോക്കിയേ. ഇവിടെ യേശു പറയുവാണ്, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, സമയമായി. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതുണ്ട്. പുത്രനെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. യേശുവിനെ മരിച്ചു. യേശു പിതാവിന്റെ പ്രവൃത്തി ചെയ്യാൻ പോവാ. യേശു മരിച്ചു, കല്ലറയിൽ അടക്കി. ഉയർത്തില്ലെങ്കിലോ? ദൈവനാമം എന്ത് ചെയ്യത്തില്ല? മഹത്വപ്പെടത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവനാമം മഹത്വപ്പെടണമെങ്കിൽ ദൈവം ആരെ മഹത്വപ്പെടുത്തണം? പുത്രനെ മഹത്വപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ ആ വാക്കിലേക്ക് നമ്മളൊന്ന് നോക്കി. നാഴിക വന്നു. ഇവിടെ പറയുക, പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമെന്ന് നാഴിക വന്ന് നിൽക്കുമ്പോൾ യേശുവിനെ എനിക്കൊന്ന് മഹത്വപ്പെടുത്തണമെങ്കിൽ ആര് മഹത്വപ്പെടണം? എൻ്റെ കൂടെ നിങ്ങൾ വരുന്നില്ല. നിങ്ങളൊന്നും മഹത്വപ്പെടണം. എത്ര പേര് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട്? പുതിയൊരു പകർച്ച വരണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പുതിയൊരു കൃപ എൻ്റെ മേൽ വരണമെന്ന്, പുതിയൊരു അഭിഷേകത്തിൻ്റെ ശക്തി വരണമെന്ന്, പുതിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന്, പുതിയൊരു ദൈവ സാന്നിധ്യം വരണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അതിനാൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയും ആമീൻ ഒരു പുതിയതിനെ എൻ്റെ മേൽ പകർന്നാലേ ആമീൻ ആരുടെ നാമം മഹത്വം എടുക്കത്തുള്ളൂ, യേശുവിൻ്റെ നാമം മഹത്വം എടുക്കുള്ളൂ. സങ്കീർത്തനത്തിലേക്ക് വന്നേ, 66-ാം അധ്യായം, സങ്കീർത്തനം 66-ന്റെ 3. സങ്കീർത്തനം 66-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം, നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. നിന്റെ പ്രവൃത്തികൾ എത്ര വലുതാ. ദൈവത്തിന് പറയുക, ഭയങ്കരം. നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രു കീഴടങ്ങപ്പെടും. നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ. ഈ ശക്തി ആരുടെ മേൽ പകരാൻ പോവാ?
എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്? ഈ ശക്തി നമ്മുടെ മേൽ പകരപ്പെടാൻ പോവുക. ഈ ശക്തി നാളുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടത്, നാളുകൾ കൊണ്ട് ബന്ധനം അനുഭവിക്കുന്ന ചില കുടുംബങ്ങൾ, നാളുകൊണ്ട് പ്രതികൂലത്തിലായിരിക്കുന്ന ചില കുടുംബങ്ങൾ, ഇന്ന് പകൽ നീ കയറി ചെല്ലുമ്പോൾ അത്ഭുതം നടക്കാൻ പോവുക. നാളുകൾ കൊണ്ട് ബന്ധനത്തിലായിരിക്കുന്ന ചില കുടുംബങ്ങൾ, നാളുകൾ കൊണ്ട് യേശു പറഞ്ഞ എന്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെടാൻ ഒരു പുതിയ അഭിഷേകത്തിന്റെ ശക്തി വരാൻ പോവുക. പുതിയൊരു കൃപ നിന്റെ മേൽ പകരപ്പെടാൻ പോവുക. പുതിയൊരു ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടാൻ പോവുക. പുതിയൊരു സാന്നിധ്യം ഇറങ്ങാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഇന്നലെ വരെ നടന്നതല്ല, ഒരു പുതിയ അഭിഷേകത്തിന്റെ ശക്തി വരുമ്പോ യേശുവിന്റെ മേൽ പകരപ്പെട്ടതുപോലെ തന്റെ അത്ഭുതത്തിന്റെ ഒരു ശക്തി നിങ്ങളുടെ മേൽ അത് പകരപ്പെടുകയാണ്. ഹല്ലേലൂയ. പുതിയൊരു ശക്തിക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. ദൈവ ഈ കൃപയെ നിങ്ങൾ ശ്രദ്ധിച്ചത് കേട്ട് പഠിച്ചോണേ. പുതിയ ഇപ്പൊ നിങ്ങൾ എവിടേക്ക് കൊണ്ടുവരുക? ദൈവം പുതിയ ഒന്ന് പകരുക. മോശയെ കുറിച്ച് പറയുക. മോശ, പഴയ നിയമത്തിലെ മോശയെ കുറിച്ച് പറയുമ്പോൾ മോശ എന്നാ പറഞ്ഞേ? തടിച്ച നാവുള്ളവനാ. മോശയ്ക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞോ? മോശ പറയുന്നത് ഞാൻ ഒരു വിക്കനായവനാ, ഞാൻ 40 ആണ്ടോളം മരുഭൂമിയിൽ അമ്മായിയപ്പന്റെ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നവനാ. എനിക്കെന്തില്ല എന്ന് പറയുന്നു, കഴിവില്ല എന്ന് പറയുന്നു. വായിച്ചു അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 22-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 22-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി വായിച്ചു. മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. എങ്ങനെ വന്നപ്പോ? പുതിയതിനെ ദൈവം പകർന്നപ്പോ. ഇന്ന് ഏറ്റെടുക്കുന്നവർ അതുപോലെ ഏറ്റെടുത്തോണേ. പുതിയ ഒന്നിനെ ദൈവം പകർന്നു കൊടുത്തപ്പോ മോശയോട് പറഞ്ഞപ്പോ ദൈവം പറയുക, മോശേ നിന്നെ വിളിച്ചപ്പോ ഞാനാകുന്നു, നിന്നെ വിളിച്ചത് ഞാനാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം പറയും, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത്. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് ഈ സഭാഹോളിനകത്തിരിക്കുന്നവരറിയണം, ദൈവം നിന്നെ വിളിച്ചതാണെങ്കിൽ മോശയെ വിളിച്ച പോലെ, പത്രോസിനെ വിളിച്ച പോലെ, യോഹന്നാനെ വിളിച്ച പോലെ എന്നെ ഈ ദൈവം വിളിച്ചതാണെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്ന വാക്കിനകത്ത് ശ്രദ്ധിച്ചു നോക്കോ. മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും അവൻ സമർത്ഥനായി തീർന്നു. ആരുടെ അഭിഷേകം പകരപ്പെടാൻ തുടങ്ങിയപ്പോ? ദൈവം അവന്റെ മേൽ അഭിഷേകം പകരപ്പെടാൻ തുടങ്ങിയപ്പോ, ദൈവം അവനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ, അവന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ നിറവ് വന്നപ്പോ, ഇന്ന് പകൽക്കാലം പറഞ്ഞ നിന്റെ വിദ്യാഭ്യാസവും നിന്റെ വിഷയമല്ല, നിന്റെ കുടുംബശ്രേഷ്ഠത വിഷയമല്ല, നിന്റെ നിറം വിഷയമല്ല. അവൻ നിന്റെ മേൽ അഭിഷേകം പകരാൻ തുടങ്ങിയ, അവൻ നിന്റെ മേൽ ശക്തി പകരുവാൻ തുടങ്ങിയ, നീ ആള് മാറിയവനെ പോലായി തീരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസാൽ ഏറ്റെടുക്കും? അവന്റെ പരിശുദ്ധാത്മാവിനെ അവൻ നിന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങുമോ? നീ അധിക ഫലത്തിലേക്ക് വരാൻ പോകുക. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയും, ഞാനൊരു അധിക ഫലത്തിലേക്ക് വരാൻ പോകുക. അത്ഭുതങ്ങൾ ഭവനത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ, അടയാളങ്ങൾ വെളിപ്പെടാൻ പോകുകയെന്ന് വിശ്വസിക്കുന്നവർ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിലെ അടുത്തതിലേക്ക് ദൈവം മാറ്റുവാൻ പോകുകയാന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുമെന്ന്, അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഇന്ന് പകൽ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. മറിയയുടെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ, ദൈവത്തിന്റെ ദൂതൻ വന്ന് സംസാരിക്കുന്ന വാക്ക് 1-ാം അധ്യായം 32-ാമത്തെ വാക്യം പറയുന്നു. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ഇവിടെ നിങ്ങൾ നോക്കണം, പുതിയൊന്നിനെ ദൈവം സൃഷ്ടിക്കപ്പെടുമ്പോൾ അവൻ നിലവിൽ മറിയയുടെ അടുത്ത് വന്ന് ദൈവത്തിന്റെ ദൂതൻ പറയുക. 33-ാമത്തെ വാക്യം പറയുന്നു, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്ക് രാജാവായിരിക്കും, അവൻ രാജ്യത്തിന് അവസാനമുണ്ടാകിയില്ല എന്ന് പറഞ്ഞു. 34-ാമത്തെ വാക്യം പറയുന്നു, മറിയ ദൂതനോട് ഞാനൊരു പുരുഷനെ അറിയായിക്കാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. ഗബ്രിയേൽ ദൂതൻ പറയുന്ന ദൂത് നിങ്ങൾ അകത്ത് ശ്രദ്ധിച്ചു നോക്കണേ.
സമയത്തിന്റെ കുറവ്, ഞാനത് വീണ്ടും വീണ്ടും എടുത്തു പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ആമേൻ. ദൈവത്തിന്റെ ദൂതൻ പറയുന്ന വാക്കാണ്. 32, 33 പറയുന്നു. 32ാമത്തെ വാക്യം പറഞ്ഞു, അവൻ വലിയവനാകും. ഇപ്പൊ ആരില്ല, യേശു ജനിച്ചിട്ട് പോലുമില്ല. ആമേൻ. പറയുന്ന കേട്ടോണേ, മറിയോട് പറയുക. ആരെക്കുറിച്ച് പറയുക? യേശുവിനെ കുറിച്ച് പറയുക. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്ക് രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോ മറിയ ദൂതനോട് ചോദിക്കുക, മറിയ ദൂതനോട്, ഞാനൊരു പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്തെറിഞ്ഞു, ദൈവ വാഗ്ദത്തത്തിന്റെ നിവൃത്തി ആത്മാവ് നിന്റെ മേൽ വരുമ്പോഴാ പുതിയൊരു അഭിഷേകം നിന്റെ മേൽ വരാൻ പോവുക, പുതിയൊരു പ്രവൃത്തി നിന്റെ മേൽ വരാൻ പോവുക. മറിയത്തോട് പറയുന്ന ഒരൊറ്റ വാക്ക് നിങ്ങൾ എഴുതാ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഞാൻ ചെയ്യുന്നതിൽ അധികം, ഞാൻ ചെയ്യുന്നതിൽ അധികം, ഞാൻ ചെയ്യുന്നതിൽ അധികം. ആമേ, ഇന്ന് പകൽക്കാലം പറ, ഞാൻ ചെയ്യുന്നതിലും അധികം. ആമേ, ഇന്ന് പകൽ പകരാൻ പോവുക, ഞാൻ ചെയ്യുന്നതിൽ അധികം. അതിന് മാമേ ദൂതൻ പറയുന്ന വാക്ക്, അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ആമേ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ആമേ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതിന്റെ ഒരു വാക്കിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞതിനകത്ത് ഞാനും ഉണ്ട്. പിടികിട്ടിക്കോണേ, ഈ വാക്കിനകത്ത് പറഞ്ഞു വരുന്നതിനകത്ത് ഈ യേശു മറിയത്തോട് പറഞ്ഞ പ്രവചനത്തിനകത്ത് ഞാനും കിടപ്പുണ്ട്. ഇവിടെ പറയുന്ന വാക്ക് ദൃശ്യോ, അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ വിശുദ്ധ പ്രജ, പ്രജ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചാണോ? വിശുദ്ധ പ്രജ യേശുവിനെ ആര് വിളിക്കും? ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ കൺസെപ്റ്റ് നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നുണ്ടോ? ആമേ, ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ എന്നെ തെരഞ്ഞെടുത്തതാ. എത്ര പേര് ആമേൻ പറഞ്ഞിട്ട്? ആമേ, ലോക സ്ഥാപനത്തിന് മുമ്പേ, അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് മുമ്പേ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തതാ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതെന്നുള്ള നിവർത്തീകരണം ഇവിടെ സംഭവിക്കുക. ഇവിടെ പറയുന്ന വിശുദ്ധ പ്രജ, ആമേ, ദൈവത്തിന്റെ വിശുദ്ധ പ്രജ. എത്ര പേരുണ്ട് യേശുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ? അവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ആമേ, വിളിച്ചു പറയുന്നു. ആമേ, ഹെബ്രിയൽ ദൂതൻ വിളിച്ചു പറയാ, ഒരു വിശുദ്ധ പ്രജ വരുന്നുണ്ട്. അവർ എന്തു പറയുമെന്നറിയോ? നീ ദൈവത്തിന്റെ പുത്രനെന്നോ ആമേ ആരാധിക്കുന്ന ഒരു കൂട്ടം ഉണ്ടാവുമെന്ന് അന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിനകത്തെറിഞ്ഞ പുതിയൊരു അഭിഷേകത്തിന്റെ ശക്തിയെ ദൈവം നിങ്ങളുടെ മേൽ പകരപ്പെടാൻ തോന്നിയ. അതുകൊണ്ട് അവർ എന്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഉള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ, ഈ പരിശുദ്ധാത്മാവിനെ ആമേ പുതിയൊരു അഭിഷേകത്തെ എൻ്റെ മേൽ അങ്ങ് പകരാൻ പോവുക. ഒരു പുതിയ അഭിഷേകത്തെ പകരാൻ പോവുക. സക്കറിയ പ്രവാചകന്റെ പുസ്തകം എടുത്തു, 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 4-ാം അധ്യായം, അത് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, ആ സെറുബാബേലുള്ള യഹോവയുടെ അരുളപ്പാടാണ് ഇത്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്ര. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്? ഇത് നിന്റെ ഇന്ന് പകൽക്കാലം പറയണം, സൈന്യത്തിന്റെ ശക്തി കൊണ്ടല്ല. ഇന്ന് പകൽക്കാല ശക്തി സൈന്യത്തിന്റെ ശക്തി കൊണ്ടല്ല, ഇന്ന് പകരപ്പെടാൻ പോകുന്നത് എന്റെ ആത്മാവിന്റെ ശക്തിയാല. ഇന്ന് പകൽ നിന്റെ പ്രതിസന്ധി മാറാൻ പോകുന്നത് അവന്റെ ആത്മാവിന്റെ ശക്തിയാല. എത്ര പേര് വിശ്വാസം? നിനക്ക് ബന്ധനങ്ങൾ അഴിയുന്നത് അവന്റെ ആത്മാവിന്റെ ശക്തിയാല. കാരാഗ്രഹങ്ങൾ തുറക്കുന്നത് അവന്റെ ആത്മാവിന്റെ ശക്തിയാല. പുതുവഴികൾ തുറക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല. വിശ്വസിക്കുന്നവർ ആത്മാവിന്റെ ശക്തി കൊണ്ട്, ആത്മാവിന്റെ ശക്തി കൊണ്ട്, ഇന്ന് പകരപ്പെടുന്ന ആത്മാവിന്റെ ശക്തി കൊണ്ട് ചില വാതിലുകൾ തുറക്കപ്പെടാൻ പോകുക. ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. ചില അടയാളങ്ങൾ വെളിപ്പെടാൻ പോകുക. ഇത് സൈന്യത്താലുമല്ല, അത് ശക്തിയാലുമല്ല, അവന്റെ ആത്മാവിനാൽ, അവന്റെ ആത്മാവിനാൽ നമ്മുടെ പകരപ്പെട്ടത് അവന്റെ ആത്മാവിനാൽ. ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ.
വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ നിന്റെ ഭാവി ആത്മാവിന്റെ കൈ സുരക്ഷിതമാ. പരിശുദ്ധാത്മാവ് നിന്നെ വഴി നടത്താൻ പോകുക. ആത്മാവ് നിന്നെ വഴി നടത്താൻ പോകുക. ആത്മാവിന്റെ ശക്തിയിൽ ഇന്ന് പകൽ ആത്മാവ് തിരഞ്ഞെടുത്തോ. ഈ ആത്മാവിന്റെ ശക്തിയോടെ ദൈവം മോശയെ നടത്താൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽ ചെങ്കടലിലെ വാതിൽക്ക് നിൽക്കുമ്പോ ആത്മാവിന്റെ ശക്തി വെളിപ്പെടുക. അത് ചെങ്കടലിനെ വിഭാഗിച്ചെങ്കിൽ ഇന്ന് പകൽ ദൈവസഭ ഏറ്റെടുത്തോ ഒരു അഭിഷേകത്തിന്റെ ശക്തി പകൽ. യേശുവിന്റെ നാമത്തിൽ അത് സൈന്യത്താലുമല്ല, അത് ശക്തിയാലുമല്ല, അവന്റെ ആത്മാവിനാ, ദൈവത്തിന്റെ ആത്മാവിനാ പുതിയതിനെ ദൈവം നിങ്ങളുടെ മേൽ പകരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിനെ ദൈവം പകരുന്നു. ആമേ, പുതിയതിനെ ദൈവം പകരുന്നു. ആമേ, ഈ കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തതാ. എന്തിനു വേണ്ടി? അഭിഷേകത്തിനകത്ത് നിർത്തുവാൻ. ആമേ, നിങ്ങളെ എന്തിലേക്ക് വിളിച്ചു? എൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിച്ചതാണ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? യേശുവിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരാം. യേശുവിലേക്ക് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നുകൂടെ എടുത്തേ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം എടുത്തേ. അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അങ്ങനെ പിശാച്, അപ്പൊ നോക്കി, പിശാചിന്റെ പരീക്ഷയെ ജയിച്ചത് എന്തുകൊണ്ടാ? എൻ്റെ കൂടെ ഇല്ലല്ലോ നിങ്ങള്. പിശാചിന്റെ പരീക്ഷയെ ജയിച്ചത് ആത്മാവിന്റെ ശക്തി കൊണ്ട്. യേശുവിന്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മ ശക്തി കൊണ്ട് യേശു എന്തിനാ ജയിച്ചു? പിശാചിന്റെ പരീക്ഷയെ ജയിച്ചു. എന്നിട്ട് പറയുന്നു, കാലത്തേക്ക് അവനെ വിട്ടു മാറിപ്പോയി. 14-ാമത്തെ വാക്യം പറയുന്നു, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലേക്ക് മടങ്ങി വന്നു. അപ്പൊ ഓർത്ത് നോക്കണം, പിശാച് ജയിക്കാത്ത ഒരു തലമുണ്ടെങ്കിൽ ആത്മാവിന്റെ ശക്തിയാ. ഇന്ന് പകൽക്കാലം പറഞ്ഞു സെറുബാബേലോട് പറയുക, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ. യേശു മരുഭൂമിയിൽ ജയമെടുക്കുന്നത് ആത്മാവിന്റെ ശക്തി കൊണ്ടാ. ഇന്ന് പകരപ്പെടുന്ന പരിശുദ്ധാത്മ ശക്തിയെ തിരിച്ചറിഞ്ഞോണോ? ഇന്ന് പകൽ നിന്നെ ബന്ധിക്കുമെന്ന് പിശാച് പറയുമ്പോ ബന്ധനം അഴിഞ്ഞു പോകുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ആത്മാവിന്റെ ശക്തി ഉള്ളത് കൊണ്ടാ. ബന്ധിക്കാൻ നിൽക്കുന്ന പിശാച് പരാജയപ്പെടുന്നത് ഇന്ന് പകൽ നിന്റെ മേലിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി കൊണ്ടാ. ഇന്ന് പകൽ നിന്റെ തലമുറയെ നോക്കി ചിലർ പറഞ്ഞു, അവന്റെ തലമുറയൊന്നും രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞവർ അവിടെ നിൽക്കുമ്പോ അവരുടെ തലമുറയേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവരുടെ തലമുറയായി ദൈവം നിന്റെ തലമുറയെ മാറ്റുന്നതിന്റെ കാരണമല്ലോ ആത്മാവിന്റെ ശക്തിയുള്ളതുകൊണ്ട്. ഇവൻ ഇത്രയൊക്കെ പോകുള്ളൂ എന്ന് പറഞ്ഞു ഇന്ന് രാജ്യങ്ങൾ കീഴടക്കാൻ കാരണം എന്നാണെന്നറിയോ? ആത്മാവിന്റെ ശക്തി ഉള്ളതുകൊണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനറിയോ അവനെ കുറിച്ച്, നിന്നെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച് ഇത്രയൊക്കെ ഉള്ളെന്ന് പറഞ്ഞു വെച്ചവരുടെ നാവിനെ കൊണ്ട് തിരിച്ചു പറയിക്കുന്നത് അത് പരിശുദ്ധാത്മാവ് ശക്തിയാ. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞത്, ഇവൻ മറിയയുടെ മകനല്ലയോ, ഇവൻ തച്ചനായവനല്ലയോ എന്ന് ചോദിച്ച യേശുവിനെ കൊണ്ട് യേശു ചെയ്ത അത്ഭുതങ്ങൾ കാണാൻ ജനം ഓടിക്കൂടിയെങ്കിൽ ആത്മാവിന്റെ ശക്തി യേശുവിന്റെ മേൽ നിന്നതാണെങ്കിൽ ഇന്ന് പകൽ ദൈവസഭ വിളിച്ചു പറഞ്ഞു, നിന്റെ മേൽ പകരപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അതുകൊണ്ട് മരുഭൂമി പിശാചിനെ ജയിച്ചവർ ആത്മാവുള്ളവൻ പിശാചിനെ ജയിക്കും. എത്ര പേര് പറയുന്നുണ്ട്? ആത്മാവുള്ളവൻ പിശാചിനെ ജയിക്കും. ആമേ. പരിശുദ്ധാത്മാവുള്ളവൻ പിശാചിനെ ബന്ധനത്തെ അഴിക്കും. പരിശുദ്ധാത്മാവുള്ളവൻ കെട്ടുകളെ അഴിക്കും. പരിശുദ്ധാത്മ ശക്തിയുള്ളവൻ അത്ഭുതങ്ങൾ ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഈ പകൽ വെളിപ്പെടട്ടെ. പിശാചിനെ ജയിച്ച യേശു പറയുക, ആത്മാവിന്റെ ശക്തിയോടെ ഗലീലേക്ക് അവൻ മടങ്ങി വന്നു. അവന്റെ ശ്രുതി ദേശത്ത് ഇന്ന് എഴുതി വെച്ചോണം കേട്ടോ. ഇന്ന് ഈ ഹോള് വിട്ടു പോകുന്നത് ആത്മാവിന്റെ ശക്തിയോടെയാ. മരുഭൂമി ഇവിടെ അവസാനിക്കാൻ പോവുക. ആമേൻ. ഇന്ന് ആത്മാവിനകത്തൊരു പ്രവചനം പറഞ്ഞത്, ഈ സഭയുടെ മരുഭൂമിയുടെ അവസ്ഥ അവസാനിക്കാൻ പോവുക. ഈ സഭയ്ക്കകത്തിരിക്കുന്ന കുടുംബങ്ങളോട് ഇന്ന് ആത്മാവിനകത്ത് പ്രവചിക്കുന്നത്, ഈ സഭയ്ക്കകത്തിരിക്കുന്ന കുടുംബങ്ങളോട് പ്രവചിക്കുന്നത്, നിങ്ങളുടെ മരുഭൂമി അവസാനിക്കാൻ പോവുക. നിന്റെ മരുഭൂമി അവസാനിക്കാൻ പോവുക. മരുഭൂമി അവസാനിക്കാൻ പോവുക. മരുഭൂമിയുടെ അവസ്ഥ മാറാൻ പോവുക. ഇന്ന് നിങ്ങൾ മടങ്ങിപ്പോകുന്ന
വരുന്നത് ആത്മാവിന്റെ ശക്തിയോടെയാ, ആത്മാവിന്റെ ശക്തിയോടെ. ഓ, വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ അടിച്ച കർത്താവിനെ സ്തോത്രം ചെയ്യും. അവൻ ഗലീലയ്ക്ക് മടങ്ങി വരുമ്പോ അവന്റെ ശ്രുതി ദേശമംഗം പരക്കാൻ തുടങ്ങി. ഇന്ന് ആത്മാവിന്റെ പ്രവൃത്തി ഈ നാളുകൾ വരെ അല്ലതാ. ഈ നാൾ വരെ കേട്ടുകൊണ്ടിരുന്നത്, നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് നീ ഒരു തച്ചന്റെ മകനാണെന്നും മറിയയുടെ മകനാണെന്നും ആമി ദേശം പറഞ്ഞെങ്കിൽ ഇന്ന് ആ സ്ഥിതി അങ്ങ് മാറാൻ പോകുക. ആമി നിന്നെ കുറിച്ച് ദേശം പറഞ്ഞത് ഇന്ന് പകലിൽ മാറാൻ പോകുക. നിന്റെ പേരിനെ ദൈവം ഒന്ന് മാറ്റാൻ പോകുക. നിന്റെ സ്ഥിതിയെ ദൈവം ഒന്ന് മാറ്റാൻ പോകുക. ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തു. ആത്മാവിന്റെ ശക്തിയോടെ യേശു പറയും, ആത്മാവിന്റെ ശക്തിയോടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് ആ സന്തോഷം വരുന്നില്ല, യേശുവിലായതുകൊണ്ടാണോ? ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് യേശുവിനെ കുറിച്ചാണോ? അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം എടുക്കുമ്പോഴേ അതിന്റെ 5-ാമത്തെ വാക്യം യേശുവിന്റെ ശിഷ്യത്വത്തിൽ നിന്ന് ഫിലിപ്പോസിനെ കാണാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം എടുത്തു. നിങ്ങൾക്കൊരു വിശ്വാസത്തിന് ഒരു കുറവ് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. ഫിലിപ്പോസ് ആരുടെ ശിഷ്യനാ? യേശുവിന്റെ ശിഷ്യനാ. ഞാൻ ഈ പറയുന്ന വാക്കിനകത്ത് തുടങ്ങി ആത്മാവിന്റെ ശക്തി വരിക. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു. അവർ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. ഫിലിപ്പോസിന്റെ അടയാളങ്ങൾ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്താൽ അവർ പറയുന്ന ഏക മനസ്സ്. അപ്പൊ ഫിലിപ്പോസ് ആരുടെ ആത്മാവിനാ പോവുക? അമ്മ പിടികിട്ടുന്നോ? പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വന്നു? ഫിലിപ്പോസിന്റെ മേൽ വന്നു. ശമരിയ പട്ടണത്തിലേക്ക് പോവുക. ഇന്ന് പകലിനർത്തോളം ചിലയിടത്തേക്കൊക്കെ ദൈവം അയക്കാൻ പോവുക. ചില അത്ഭുതങ്ങളൊക്കെ നടക്കാൻ പോവുക. ചില അടയാളങ്ങളൊക്കെ ഭവനത്തിൽ വെളിപ്പെടാൻ പോവുക. ഇന്ന് പകൽ ആത്മാവ് എന്നോട് ഇങ്ങനെ തന്നെ പറയാം, ചില അത്ഭുതങ്ങളൊക്കെ ചില ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ചില ഭവനത്തിനകത്ത് ചില വിടുതലുകൾ നടക്കാൻ പോവുക. ഫിലിപ്പോസ് യേശുവിന്റെ കൂടെ നടന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിൽ അധികം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുക. എന്നിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കത്തവന്റെ മേൽ ഒരു അഭിഷേകം വരാൻ പോവുക. തെരഞ്ഞെടുപ്പുള്ളവന്റെ മേൽ ഒരു കൃപ വരാൻ പോവുക. അവനെ ഇന്ന് പകൽക്കാലം ശമരിയ പട്ടണത്തിനകത്ത് ഫിലിപ്പോസ് എന്ന് യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. 7-ാമത്തെ വാക്യം പറയുന്നത്, അശുദ്ധാത്മാക്കൾ പലരിൽ നിന്നും. എന്നാ കാരണമെന്നറിയാമോ? മരുഭൂമിയിൽ യേശുവിനെ പരീക്ഷിച്ച് പരാജയപ്പെട്ട പിശാച്. മരുഭൂമിയിൽ യേശുവിനെ പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോയ ഒരു പിശാച് ആരുടെ ശക്തി അവിടെ വെളിപ്പെടുത്തി? സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുത്തി. പിശാചിനെ ജയിക്കാൻ പരിശുദ്ധാത്മ ശക്തി വേണം. ഫിലിപ്പോസ് ഇന്ന് ശമരിയ പട്ടണത്തിൽ ചെന്നിരിക്കുന്നത് ആത്മാവിന്റെ ശക്തിയോടെ. ഇന്ന് പകൽ ആത്മാവിനകത്ത് നിങ്ങൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ ദിവസം ആത്മാവിന്റെ ശക്തിയോടെയാ. ഓ, വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആ പട്ടണത്തിൽ ചെന്ന ഫിലിപ്പോസ് അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യമായി. യേശു പറഞ്ഞു, എന്റെ നാമത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുവിൻ. ആമേൻ. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കിൻ, ഭൂതഗ്രസ്തരെ വിടുവിക്കിൻ, മരിച്ചവരെ ഉയർപ്പിക്കിൻ, ദൈവരാജ്യം പ്രസംഗിക്കുവിൻ. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഇവിടെ നോക്കിയേ, ഫിലിപ്പോസ് ആത്മാവിന്റെ ശക്തിയോടെ ശമരിയ പട്ടണത്തെ ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോ യേശു പറഞ്ഞ വാഗ്ദത്തം അവിടെ റിലീസ് ചെയ്തു തുടങ്ങി. രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി, ഭൂതഗ്രസ്തർ വിടുവിക്കാൻ തുടങ്ങി, മുടന്തർ സൗഖ്യമാകി. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ആത്മാവ് വരുന്നവന്റെ ഭവനത്തിൽ സന്തോഷം ഉണ്ടാവും. പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ പട്ടണത്തിനകത്ത് മഹാസന്തോഷം. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? യേശുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവിനെ പകരപ്പെടാൻ. ഇപ്പം നിങ്ങളുടെ മേൽ നിൽക്കുന്ന ഏതാത്മാവാ? പരിശുദ്ധാത്മാവ്. പിടികിട്ടുന്നു നിങ്ങളകത്ത്? ഇപ്പം ഏതാത്മാവിലാണ് നിൽക്കുന്നേ? പരിശുദ്ധാത്മാവിലാ. യേശു പറഞ്ഞ വാക്കുകൂടെ നിങ്ങൾ ഓർത്തോണം. ആരാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ? യേശുവിനാ തിരഞ്ഞെടുക്കപ്പെട്ടവർ. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫലം കായ്ക്കുന്നവരും അധിക ഫലം കായ്ക്കുന്നവരുമായി മാറാം. ഇത്രയും വാഗ്ദത്തം യേശു ചെയ്തു. ഫിലിപ്പോസ് ഇറങ്ങി പുറപ്പെട്ടു. പത്രോസ് ഇറങ്ങിപ്പുറം. ഇവരെല്ലാം ഇറങ്ങിപ്പുറം. ആരുടെ ശക്തിയാൽ?
സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവം പറഞ്ഞു എൻ്റെ ആത്മാവിനാൽ. നിങ്ങൾ പുറപ്പെടുന്നത് ഏത് ആത്മാവിനാല? ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഇറങ്ങി പുറപ്പെട്ടു. ഇവിടെ നിന്നോട്ട് നിങ്ങൾ നോക്കിക്കോണം. 1 യോഹന്നാൻ 2-ാം അധ്യായം, 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഈ ഇറങ്ങി പുറപ്പെടുന്നതോട് പറയുക, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിടികിട്ടിയോ? പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുമ്പോ, ആത്മാവിനാൽ നടത്തപ്പെടുമ്പോ, ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോ ലോകത്തിലുള്ളതിനെ എന്ത് ചെയ്യത്തില്ല? ആഗ്രഹിക്കത്തില്ല. പൗലോസ് പറഞ്ഞു ലോകത്തിലുള്ളത് എന്നാന്ന് പറഞ്ഞു? ചപ്പും ചവറന്നും എണ്ണുവീരുന്ന പൗലോസ് പഠിപ്പിച്ചേ. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു അവരുടെ സുവിശേഷം വയറാന്ന് പറഞ്ഞു. എന്തിനെ സ്നേഹിക്കുന്നുണ്ട്? ലോകത്തെ സ്നേഹിക്കുന്നുണ്ട്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശു വന്നത്, ലോകത്തിന്റെ രക്ഷകൻ വന്നത്, സിഷ്ടാവ് വന്നത് വഴിയോരത്ത് ഒരു കന്യകയിൽ നിന്ന് ജനിക്കപ്പെടുന്നു. സത്രത്തിൽ ഇടയില്ലാഞ്ഞിട്ട് കാലിത്തൊഴുത്തിൽ ഒരു ശീലയിൽ അവനെ ചുറ്റിവെച്ചു ലോകത്തിന്റെ രക്ഷകൻ. ഈ ഭാവം നിങ്ങളിലുണ്ടാകണം. നിങ്ങൾ ദേശത്തിൻ്റെ ഉപ്പായി മാറണം. നിങ്ങൾ ദേശത്തിൻ്റെ അടയാളമാണ്. ലോകം നിങ്ങളിൽ കയറരുത്. ഒരുവൻ പറയുന്നു, ഇവിടെ പറയുന്നു ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. ലോകത്തിലുള്ള പിടികിട്ടുന്നുണ്ടോ? ലോകമോഹങ്ങൾ. എന്താ ലോകമോഹങ്ങൾ? കാരണം ഞാൻ ഈ ഭൂമി ജീവിക്കുമ്പോൾ ഞാൻ എന്തറിയണം? ഞാൻ പരദേശിയ അല്ലേ? എൻ്റെ മാമി യേശു പറഞ്ഞു എൻ്റെ പിതാവിന് അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോകും, മടങ്ങി വരും എന്നെ ചേർക്കുവാൻ. ഈ ലോകത്തിന്റെ മോഹം എൻ്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടില്ല. ആര് സ്നേഹിച്ചാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ? പിതാവ് എന്നെ സ്നേഹിച്ചാൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ലോകവും ലോകത്തിന്റെ മോഹങ്ങളും ആരിൽ നിന്നുള്ളതല്ല. യേശു പറഞ്ഞു ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീൻ, ഞാൻ നിന്നെ ഒരിക്കലും അനാഥരായി വിടത്തില്ല. ഈ ഭൂമിയിലുള്ള വാരിക്കൂട്ടുമ്പോ അറിയണം, നിനക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോകാൻ പറ്റുന്നത് നിന്റെ മേൽ പകർന്ന ആത്മാവാ. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പിടിവിട്ടു പോകുമ്പോ എൻ്റെ ശരീരം, പാപമുള്ള ശരീരം മണ്ണിന് വെക്കുമ്പോ എനിക്കവിടെ പറയുവാനുള്ളത് എൻ്റെ മേലുള്ള ആത്മാവോടെ പറയും. ഈ ആത്മാവ് സ്വർഗത്തിലെ ദൈവത്തോട് പറയും, ആമീൻ, ഞാൻ വിശുദ്ധനായിരുന്നോ, നേർവഴിക്ക് നടന്നവനാണോ, നന്മയുള്ളവനാണോ എന്ന് അവിടെ പറയും. ആമീൻ, ഞാൻ പോകാനുള്ള തീപ്പൊയ്കയിൽ അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു ലോകത്തിലുള്ളതും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ഇന്ന് പകൽക്കാലം പറഞ്ഞ ഒരു പ്രസംഗം കൊണ്ട് ഒരു മനുഷ്യനെങ്കിലും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിന്റെ പ്രസംഗം കൊണ്ട് ഒരു പ്രയോജനമില്ല. യേശു പറയുന്നു, ആമീൻ, ലാസർ ഉയർക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പാപിയുടെ മനസാന്തരം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ എങ്ങനെ ഉള്ളവരുടെ മേലാണ് ആത്മാവുള്ളതെന്ന് പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇങ്ങിവിടെ പറയുന്നു ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ പിതാവിന്റെ സ്നേഹമില്ല. അടുത്ത വാക്യം, 16-ാമത്തെ വാക്യം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. 10 വീട് വെച്ചതും 50 ഏക്കർ സ്ഥലം മേടിച്ചും ബാർ ഹോട്ടൽ തുടങ്ങിയതും, ദൈവദാസന്മാരുടെ പേര് ബാർ ഹോട്ടൽ തുടങ്ങിയതും, ഹോട്ടലിൽ പണിതവും, ബംഗ്ലാവ് വെച്ചതും, കോടികൾ വെച്ചതും, ബെൻസ് കാർ മേടിച്ചതും, ഈ ലോകത്തിലെ ആഡംബര ജീവിതത്തിൽ ജീവിക്കുന്ന ദൈവം തരുന്നതല്ലെന്ന് ബൈബിൾ പറയുന്നു. ഇതിനെ എങ്ങനെ എണ്ണണമെന്ന് പറയുന്നു.
ചപ്പന്നു ചവറന്നു വീഴണം. അടുത്ത വാക്കിനകത്ത് ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ല. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് സ്തോത്രത്തോടെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ പറയും, ഒരു നന്മയ്ക്കും ദൈവം കുറവ് വരുത്താതെ നിന്നെ പോഷിപ്പിക്കുക. നിനക്കൊരു ശൂന്യത വന്നെങ്കിൽ ഇന്ന് പകലിൽ പറഞ്ഞു, നിനക്ക് വേണ്ടി കാക്ക റെഡിയാ. ഇന്ന് പകൽ എത്ര പേര് ആമീൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. ആത്മാവുള്ളവരോട് ഞാൻ വിളിച്ചു പറയാ, നിന്റെ ഭവനത്തിന് ഒരു ശൂന്യ വന്നിട്ടുണ്ടെങ്കിൽ കാക്ക റെഡിയാകാൻ തുടങ്ങും. ഇന്ന് കൊരുതോട്ട് പറ്റിപ്പോയാൽ ഒരു സറാവത്ത് നിനക്ക് വേണ്ടി ഒരുക്കപ്പെടും. ഇന്ന് ആത്മാവ് വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാ, വഴികളെ ദൈവം തമ്പുരാൻ തുറന്നു തരും കേട്ടോ. ഈ ഭൂമി കെട്ടിപ്പിടിച്ചതോ സമ്പാദിച്ചതല്ല, നിനക്കുള്ളത് ദരിദ്രന്മാർക്ക് കൊടുക്കുവാൻ യേശു പറഞ്ഞെങ്കിൽ ആത്മാവുള്ളവൻ അത് ചെയ്യണം, ആത്മാവുള്ളവൻ അത് ചെയ്യണം. ഇന്ന് പകലിൽ അതുകൊണ്ട് പറയുന്നു, ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം. ഹല്ലേലൂയ. ജഡത്തിന്റെ മോഹം പോരാ. എത്ര കിട്ടിയാലും പോരാ, വീട് കിട്ടിയാ പോരാ, കാർ കിട്ടിയാ പോരാ, സമ്പാദിച്ചു കൂട്ടുക. യേശുവിന്റെ നാമത്തെ സൂക്ഷിച്ചോ. നിനക്ക് വേണ്ടി തീ ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവം, നിനക്ക് വേണ്ടി തീ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി അഗ്നി നരകത്തിൽ അകപ്പെടോ. സഹോദരാ, ഇന്ന് മനസ്സാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ ശിഷ്യനായിരുന്ന പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞേ, എന്നെ തലകീഴായി ക്രൂശിക്കണം, അവന്റെ പാദത്തിൽ ചുംബിക്കുവാൻ, അവന്റെ പാദത്തിൽ ചുംബിച്ച് മരിക്കുവാൻ. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞെങ്കിൽ നിത്യതയാ നിന്റെ അകത്തിരിക്കുന്നെങ്കിൽ ഇവിടെ പറയുന്നു, ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെയുള്ള ലോകത്തിലുള്ളതെല്ലാം പിതാവിന്നല്ല, ലോകത്തിൽ നിന്ന് തരവരുത്. നിന്നെ ലോകം പിടിച്ചോ എന്നറിയണമെങ്കിൽ പ്രാർത്ഥിക്കണം, ലോകം പിടിക്കാതിരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം, ദൈവം നിന്നെ നടത്തണമെങ്കിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് നിന്റെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് ലോകത്തിന്റെ നടത്തിപ്പ് നിന്റെ മേൽ വരരുത്. ആത്മാവിന്റെ ശക്തിയിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആത്മാവിന്റെ കൃപയ്ക്കകത്ത് എത്ര പേർ നിൽക്കുന്നുണ്ട്? ഹല്ലേലൂയ. സത്യസുവിശേഷത്തെ വിളിച്ചു പറയുന്നവന്റെ കൂടെ ആരും കാണത്തില്ല, ലോകത്തെ വിളിച്ചു പറയുന്നവന്റെ കൂടെ പെരുത്ത കൂട്ടവാ. എത്ര പേര് ആമേൻ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ. ലോകത്തെ വിളിച്ചു പറയും, പത്രോസിന്റെ പടകിനെ വിളിച്ചു പറയുന്നവരും, പത്രോസിന്റെ പടകിനകത്ത് കിട്ടിയ മീനെ വിളിച്ചു പറയുന്നവന്റെ കൂടെ ജനം കൂടും. പത്രോസിന്റെ മാനസാന്തരം വിളിച്ചു പറയുന്നവന്റെ കൂടെ ജനം കൂടത്തില്ല. കാരണം എന്നറിയോ, യേശുവിന്റെ ആത്മാവുള്ളവന്റെ കൂടെ ജനം കൂടത്തില്ല. കാരണം അവൻ ഭയപ്പെടുന്നുണ്ട്. ഇന്ന് പകൽ എത്ര പേരും ലോകത്തിൽ നിന്ന്, ലോകത്തിന്റെ ചിന്ത എവിടുന്ന് മാറണം? നമ്മളിൽ നിന്ന് മാറണം. ആരുടെ കരുതൽ വെളിപ്പെടണം? യേശുവിന്റെ കരുവ്. എത്ര ഒരു വിശ്വാസത്തോട്. അതുകൊണ്ട് ഇന്ന് പകലി പരിശുദ്ധാത്മാവി പറയുക, അതുകൊണ്ട് നിന്റെ ഹൃദയം എന്ത് ചെയ്യണമെന്ന് പറയുന്നത് സദൃശ്യവാക്യം എടുത്ത്, സദൃശ്യവാക്യം 12-ാം അധ്യായം, സദൃശ്യവാക്യം 23 എടുത്ത്, 23-ന്റെ 26 എടുത്ത്, 23-ാം അധ്യായം സദൃശ്യവാക്യം 23-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. അതുകൊണ്ട് പറയാം, മകനെ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയം ഇതങ്ങോട്ടൊന്ന് കൊടുക്കണം. ആത്മാവിന്റെ നടത്തിപ്പ് പോരല്ലോ, ഇതങ്ങോട്ടൊന്ന് കൊടുക്കണം. ഇതാ കൊടുക്കാതിരിക്കുന്നൊരു സാധനം, ദൈവത്തിന് കൊടുക്കാതിരിക്കുന്ന ഒരൊറ്റ സാധനമേ ഉള്ളൂ, തന്റെ ഹൃദയം. കാരണം ഈ ഹൃദയത്തിനകത്ത് മുഴുവൻ പുറമേ ഉള്ള ചിരിയേ ഉള്ളൂ, പുറമേ ഉള്ള യൂണിഫോമേ ഉള്ളൂ, അകമേ മുഴുവൻ കയ്പും വിദ്വേഷവും പകയാ. സഭയ്ക്കകത്തിരിക്കുന്നെങ്കിലും എങ്ങനെ മണി കൊടുക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഹൃദയം പിടങ്ങുമല്ല. നിങ്ങൾ പിടികിട്ടുന്നുണ്ടോ? ആത്മാവ് ഉപയോഗിക്കണമെന്ന് വരികിൽ, പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കണമെന്നെങ്കിൽ, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. ഇന്ന് വിട്ടുകൊടുക്കുന്നവരോട് ഞാൻ പറയാം, വിട്ടുകൊടുക്കുന്നവരുടെ ജീവിതം അത്ഭുതമാകാൻ പോവുക. ഇന്ന് ഞാൻ ഈ മെസ്സേജുമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയാം, വിട്ടുകൊടുക്കാൻ റെഡിയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ചിലതിനെ മുളപ്പിക്കാൻ ദൈവം തമ്പുരാൻ തുടങ്ങുക, ചിലതിനെ പെരുപ്പത്താൽ പെരുപ്പിക്കാൻ തുടങ്ങുക, ഈ അതിരുകൾ ദൈവം തമ്പുരാൻ മാറ്റുവാൻ തുടങ്ങുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങൾ അറിയണം, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. എൻ്റെ വഴി കണ്ണിന് ഇമ്പമുള്ളതായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വഴി അത് മുള്ളുള്ളതാണെങ്കിലും
കഷ്ടതയുള്ളതാണെങ്കിലും നിന്നയുള്ളതാണെങ്കിലും എനിക്കത് മതിയെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ചിലപ്പോൾ നിന്ദകളേക്കാ, ആമി ചിലപ്പോൾ അടികളേക്കാ, ആമി കഷ്ടതകൾ വരാ, ആമി പ്രതികൂലങ്ങൾ വരാ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഉറച്ചോണം, നിന്നെ കരുതാവെന്നൊരുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമി പെറ്റമ്മ ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കത്തില്ലെന്ന് ഒരുവൻ പറഞ്ഞിട്ടുണ്ട്. ഏത് ഘടകത്തിലോ സ്വർഗ്ഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് പറഞ്ഞ എൻ്റെ വഴികളെ നിന്റെ കണ്ണിന് ഇമ്പമുള്ളതായി തീരട്ടെ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം പറയുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇന്ന് നീ വിശ്വസിച്ച് ആരാധിക്കുന്നവൻ പറയുക, നീ വിശ്വസിക്കുന്നവൻ പറയുക, ആമി ആമി അവനെ കൂടാതെ ഒന്നും ഉളവായതല്ല. ഉളവായതെല്ലാം അവനോടുകൂടെ ഉളവായതാ. ഇന്ന് പകൽ നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ നിങ്ങൾ അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം എടുത്ത 3-ാം അധ്യായം, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം പറയുന്നു. 3-ാം അധ്യായം 3-ാമത്തെ വായിച്ചു. 3-ാം അധ്യായം 3-ാമത്തെ വാക്യം, ദൈവം തേമാവിൽ നിന്ന് പരിശുദ്ധൻ പറാൻ പർവ്വതത്തിൽ നിന്ന് വരുന്നു. അവൻ്റെ പ്രഭ ആകാശത്തെ മൂടുന്നു. അവൻ്റെ സ്തുതിയിൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ സ്തുതി കൊണ്ട് ഈ ഭൂമി നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ ആമി വിശ്വാസത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കണം. ആമി ഇന്ന് പകൽക്കാലം പറഞ്ഞ അവൻ്റെ ആത്മാവ് പറയുന്നതിൽ കീഴ്പ്പെടണം. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് പറയുന്നതിൽ കീഴ്പ്പെട്ട് നടക്കുന്നവരാകണം. ദൈവാത്മാവിന് എതിരല്ലായിരിക്കണം. ദൈവാത്മാവിൻ്റെ ശബ്ദത്തിൻ്റെ കീഴ്പ്പെട്ട് നടക്കുന്നവരാക്കെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആത്മാവിൻ്റെ നടത്തിപ്പ് നിങ്ങളുടെ മേൽ വരണം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം എടുത്ത്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. യോർദാൻ വിട്ടു. നോക്കിയേ, എപ്പോൾ യോർദാൻ വിടാൻ കാരണം ആര് വന്നപ്പോ? പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നപ്പോ യോർദാൻ വിട്ടു, മടങ്ങി. ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. രണ്ടാമത്തെ ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ അവൻ 40 ദിവസം പിശാച് അവനെ പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളവൻ അറിയണം, പിശാചിന്റെ പോരുകൾ നിന്റെ ജീവിതത്തിൽ വരാം, പക്ഷെ അതിനെ ജയിപ്പിക്കുന്നൊരു കുറവയുണ്ട്. പരിശുദ്ധാത്മാവിനകർത്തണം. നിന്റെ മേൽ ശക്തിയോടെ പിശാച് ഇടപെടാം, പക്ഷെ ജയിക്കണോ വേണ്ടായോ തീരുമാനിക്കാൻ നീയാ. നിന്റെ മേലിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ അതിനെ ജയമെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വന്തം. അതിന്റെ 14-ാമത്തെ വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ 14-ാമത്തെ വാക്യം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. കേട്ടോ, അപ്പോൾ പിശാചിൽ നിന്ന് ജയമെടുത്തവൻ അവൻ ഗലീലയ്ക്ക് മടങ്ങി വരുമ്പോ അവന്റെ ശ്രുതി ദേശമെങ്ങും പരക്കുവാൻ തുടങ്ങി. ആത്മാവിന്റെ ഒരു ശക്തി ഉണ്ടെങ്കിൽ, ഇന്ന് ആത്മാവിന്റെ വിടുതൽ നീ അനുഭവിക്കുന്നെങ്കിൽ, ഇന്ന് നിന്റെ ഭവനത്തിനകത്ത് അത്ഭുതം നടക്കും. ഇന്ന് നിന്റെ തലമുറയ്ക്കകത്ത് വലിയ വിടുതലുകൾ നടക്കും. ഇന്ന് ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറ ചില അത്ഭുതങ്ങൾ നടന്നുകൊണ്ടായിരിക്കുന്നേ. യേശു മടങ്ങി വരുന്ന ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നവന്റെ സുറി ചുറ്റുമുള്ള ദേശത്തൊക്കെ വരണം. ആമേൻ. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? 15-ാമത്തെ വാക്യം പറയുന്നു, അവനവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിക്കുവാൻ കാരണമായി. ആരുടെ ആത്മാവിനാൽ? യേശുവിൻ്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനെ പ്രസംഗിക്കാൻ തുടങ്ങി. ഇന്ന് പകലിക്കാലം വരണം, നിങ്ങൾ ആത്മാവിൽ സംസാരിക്കുന്നവരാകണം, പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്ന. നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്ന് കിട്ടിയ ഒരു കോളേജിൻ്റെ വിദ്യാഭ്യാസമല്ല ഞാൻ ഈ പറയുന്നത്. മോശയുടെ മേൽ പകർന്നു കൊടുത്തത്, പത്രോസിൻ്റെ മേൽ പകർന്നു കൊടുത്തത്, പൗലോസിന്റെ മേൽ പകർന്നു കൊടുത്തത്, നമ്മുടെ മേൽ പകരുന്നത് സ്വർഗത്തിന്റെ ആത്മാവിനാലാകണം. ഇവിടെ പറയുന്നു, അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ എന്ത് ചെയ്തു? പ്രശംസിച്ചു. എന്തുകൊണ്ട്? ആത്മാവിന്റെ ശക്തിയോടെ അവൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വരണം.
പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ സകല മേഖലകളും നിങ്ങൾ അനുഗ്രഹമായി മാറും. സകല മേഖലയും നിങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി വന്നു ചേരും. ഇത് ദൈവത്തിന്റെ പദം. നിങ്ങൾ ചോദിക്കുക പോലും വേണ്ട, ദൈവം നിങ്ങൾക്ക് തരുവാൻ തുടങ്ങും. ആമീൻ. നിങ്ങൾ അതറിയണമെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം നിർത്തി. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ശലോമോൻ യഹോവയെ സ്നേഹിച്ചു, തന്റെ അപ്പനായ ദാവീദിന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു. എങ്കിലും പൂജാഗിരികൾ വെച്ച് യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു. രാജാവ് ഗിബയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ 1000 ഹോമയാഗം അർപ്പിച്ചു. 5-ാമത്തെ വാക്യം. ഗിബയോനിൽ വെച്ച് അപ്പൊ ഇവിടെ നോക്കിക്കോണം. ഗിബയോനിൽ വെച്ച് യഹോവ രാത്രി ശലോമോൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. അപ്പൊ ഇവിടെ നോക്കിയേ, യാഗപീഠത്തിന്റെ അരികിൽ വരുന്നവനും വിശ്വാസത്തോടെ നിൽക്കുന്നവനും വിശ്വസ്തതയിൽ നിൽക്കുന്നവന്റെയും അരികിലാ ദൈവം വരുന്നത്. വല്ലപ്പോഴും വന്ന് ഹായ് സുഖമാണോ ചോദിച്ചവർക്കല്ല. ദൈവസന്നിധിയിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം. ഇവിടെ പറയുന്നു, ആമി വേണ്ടുന്ന വരെ ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ശലോമോൻ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും അവിടെ നോക്കിക്കോണേ, എങ്ങനെ നടന്നേ ദാവീദ്? സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം. കണ്ടോ, ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടു രാജാവായി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയൊക്കെ നടന്നത് കൊണ്ടാണെന്ന് അറിയണം. സത്യത്തോടെ നടന്നു, നീതിയോടെ നടന്നു, ഹൃദയപരമാർത്ഥതയോടെ കൂടെ നടന്നു. നിന്റെ മുമ്പാകെ നടന്നതിനൊത്തവണ്ണം നീ അവനൊരു വലിയ കൃപ ചെയ്തു. ഈ വലിയ കൃപ അവൻ പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല എന്ന് പറഞ്ഞു. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി വലിയൊരു മഹാജാതിയായി നിന്റെ ജനത്തിന്റെ മധ്യത്തിൽ അടിയൻ ഇരിക്കുന്നു. 9-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഹൃദയം എനിക്ക് തരണമേ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അങ്ങ് വരണം. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിന്റെ വലിയ ജനത്തിന് ഇപ്പോൾ ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? 10-ാമത്തെ വാക്യം പറയുന്നു, ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. എന്നാ പറഞ്ഞതിൻ്റെ കാരണം, നീ എന്നോടുകൂടെ ഇരിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞത് സിംഹാസനം വലുതാണെങ്കിലും അതിനേക്കാൾ വലുത് അങ്ങാന്ന് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, നീ വലിയവനാണേലും നിന്നേക്കാൾ വലിയവൻ ഒരുവനുണ്ട്. ഇവിടെ പറയുന്നു, ആമീ, അപ്പൻ്റെ സിംഹാസനത്തിൽ എന്നെ കൊണ്ടിരുത്തിയാലും എൻ്റെ ഹൃദയത്തോടു കൂടെ അങ്ങിരിക്കണമേ. ഇവിടെ പറയുന്നു, ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രുസംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ, ഉണ്ടോ, ആത്മാവുണ്ടെങ്കിലേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ പറയുന്നു, ആമീ, ന്യായപാലനത്തിലുള്ള വിവേകം ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം. കണ്ടോ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കും. പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കപ്പെടുന്നത് ആനയും ഒട്ടകവും, ആമീൻ, വണ്ടിയും ബംഗ്ലാവും, ആമീൻ, അതും ആമീൻ, റഷ്യയും അമേരിക്കയും, അവിടെ വീടും ഇവിടെ വീടുമല്ല തരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ജ്ഞാനമുള്ളൊരു ഹൃദയത്തെയാണ് തരുന്നത്, വിവേകമുള്ളൊരു ഹൃദയത്തെയാണ് ദൈവം തരുന്നത്. എത്ര പേർ അകത്ത് പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞ ഈ
ലോകത്തിൽ നിന്ന് വരുന്നതല്ല, ദൈവം തന്നതാന്നും പറഞ്ഞ് കയ്യടിക്കല്ല കേട്ടോ. ഇവിടെ പറയുന്നു, ജ്ഞാനോ വിവേകവുമുള്ള ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, നിനക്ക് സമനായവൻ നിനക്ക് ഭൂമിയിൽ ഉണ്ടാകയില്ല, നീ സമനായവൻ നിന്റെ ശേഷവും ഉണ്ടാകത്തില്ല. ദൈവത്തോട് ഹൃദയത്തെ ചോദിച്ചവരോട് ദൈവം പറയുക. അടുത്ത വാക്യം പറയുക, ഇതിന് പുറമേ നീ അപേക്ഷിക്കാത്ത സമ്പത്തും മഹത്വവും ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. നീ ചോദിക്കാത്തതാ, നീ നനയ്ക്കാത്തതാ ഞാൻ നിനക്ക് തരാൻ പോകുക. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതാ, ഒരു ചെവി കേട്ടിട്ടില്ലാത്തതാ, ഒരു മനസ്സിൽ നിരൂപിക്കാത്തതാ നിനക്ക് വേണ്ടി തരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ അറിയണം, ആത്മാവി നടത്തപ്പോൾ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ദരിദ്രനായിരിക്കാൻ സമ്പന്നതയിലിരിക്കാൻ എനിക്കതൊരു പ്രശ്നമല്ല, ഞാൻ ആയിരിക്കുന്നത് ക്രിസ്തുവിന്റെ സമൃദ്ധിയിൽ എന്ന് പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. നന്മയും കരുണയും ഇന്ന് പകൽക്കാലം വെട്ടിപ്പിടിക്കാൻ പോകണ്ട കേട്ടോ. മറ്റവന്റെ പോക്കറ്റ് കണ്ടുകൊണ്ട് നീ സുവിശേഷത്തിൽ ഇറങ്ങല്ല, മറ്റവന്റെ അത്താഴം മേടിക്കാൻ വേണ്ടി പോകല്ല. ഒന്നേ അറിയാവുള്ളൂ, എന്നെ വിളിച്ചവന്റെ വിശ്വസ്തനായി, എന്നെ വിളിച്ചവന്റെ വിശ്വസ്തതയ്ക്കകത്ത്, എന്നെ വിളിച്ച് വേർതിരിച്ചവന്റെ വിശ്വസ്തതയ്ക്കകത്ത് ഞാൻ ജീവനുള്ളിടത്തോളം കാലം അവന്റെ മഹത്വത്തിന് വേണ്ടി, അവന്റെ കൃപയ്ക്ക് വേണ്ടി, അവന് വേണ്ടി നിൽക്കുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അവൻ മുന്നേ കണ്ടിരിക്കുന്നത് എന്റെ കർത്താവിനെയാണെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ലോകത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ കുഴപ്പമെന്നറിയാവോ? അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുക. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 25-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർ വിളി. ഇതോർത്തോണേ, ഈ ആത്മാവ് ആരുടെ വരവിനായി കാത്തിരിക്കുന്നതാ? ഈ പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ തന്നിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. ഇവിടെ ബംഗ്ലാവ് വെച്ചിട്ട് വലിയ സംഭവം കാണിക്കാനൊന്നുമല്ല. ആ ആത്മാവ് നിന്റെ മേൽ തന്നിരിക്കുന്നത്. ഒരിക്കൽ രാജാവ് വരും കേട്ടോ, ഒരിക്കൽ രാജാവ് വരും. എത്ര പേര് ആമീൻ പറയുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരിക്കൽ കർത്താവ് വരും കേട്ടോ. അത് കള്ളനെ പോലെ വരും, ഏത് സമയവും വരും, ഈ സെക്കൻഡ് വേണേലും വരാം. അതുകൊണ്ട് ഇവിടെ പറയുന്നൊരു വാക്ക് നീ ശ്രദ്ധിച്ചേ. രാത്രിയിൽ അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീന്നൊരു ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരുടെ, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറച്ച് എണ്ണ തരാം. ദൈവം നിന്നെ പുതിയ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തത് നഷ്ടപ്പെടുത്തി കളയാനല്ല, പരിശുദ്ധാത്മാവിനെ നീ കെടുത്തിക്കളയല്ല, പരിശുദ്ധാത്മാവിനെ നീ ദുഃഖിപ്പിക്കല്ലേ. ആത്മാവിനകത്ത് പറയണം. ആ സമയത്ത് ഓടിച്ചെന്നിട്ട് ദൈവദാസനോട് പറയാ, ദൈവദാസനെ എന്റെ മേലൊന്ന് കരം വെക്കണം. സ്വർഗം തുറന്നിരിക്കുക, യേശു വരാറായി, എന്റെ മേൽ അങ്ങയുടെ ആത്മാവ്, ഒരു പരിശുദ്ധാത്മാവിനെ പകരണമെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന വാക്ക് നീ ഓർത്തോ. ഇവിടെ പറയുന്ന ഒരു വാക്ക് പറയുന്നു, വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾ തരുവീരെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പോരാ എന്ന് വരാതിരിപ്പാ, നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീരെന്ന് പറഞ്ഞു. അന്ന് കുമ്പനാടിന് ഓടിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ പകരപ്പെട്ട ഇതുണ്ടല്ലോ, നിന്റെ മേൽ പകരപ്പെട്ട എണ്ണയെ കെടുത്തിക്കളയല്ല, നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ കെടുത്തിക്കളയല്ല. എത്ര പേർ ആമീൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. നിന്റെ മേൽ അന്ത്യകാലത്ത് പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, സകല ജഡത്തിന്റെ മേലോ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ അഭിഷേകമുണ്ടല്ലോ, അതിനെ കെടുത്തിക്കളയല്ല. അന്ന് അന്ത്യകാലത്ത് കർത്താവിന്റെ വരവെങ്കിൽ നീ ഓടി നടക്കല്ല, ശകലം എണ്ണ തരുവാൻ പറഞ്ഞ് ഓടി നടക്കരുത്. ഇന്ന് പകൽക്കാലം അറിയണം, നീ ഇവിടെ തള്ളപ്പെട്ടു പോകാൻ ഒരു സാധ്യതയുണ്ട്. ഇന്ന് പകൽക്കാലം ആത്മാവിലുള്ളവരോട് ഞാൻ വിളിച്ചു പറയാം, തള്ളപ്പെട്ടു പോകല്ല. നിങ്ങൾ വിഗ്രഹങ്ങളെ കോംപ്രമൈസ് ചെയ്യാൻ പോകരുത്, ലോകത്തിന് അനുരൂപപ്പെട്ട് നടക്കാൻ പോകരുത്. ഇന്ന് പകൽക്കാലം നിനക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ദേശം പറയത്തക്ക രീതി, ദേശക്കാര് പറയത്തക്ക, ലോകത്തോട് നീ സമനാകല്ല. നീ ആകുന്നവെങ്കിൽ, അവനോട് ചേർന്ന് നടക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് അവനെ ആരാധിക്കാൻ റെഡിയാണെങ്കിൽ, നീ കണ്ടിട്ടില്ലാത്ത വഴികൾ ഇന്ന് പകൽ എത്രപേർ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, അത് നിനക്ക് വേണ്ടിയോ നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ പകരപ്പെട്ട എണ്ണയെ ഞാൻ ആദ്യം പറഞ്ഞു കൊണ്ടുവന്ന അവിടെ നിന്ന് പുതിയ എണ്ണ കൊണ്ട് അവൻ എന്നെ തേൽപ്പിച്ചു.
കാട്ടുപോത്തിന്റെ കൊമ്പിനേക്കാൾ ബലമേറിയത്. അഭിഷേകത്തിന്റെ ശക്തി എൻ്റെ മേൽ തന്നു. ഇവിടെ പറയുന്നുകൊണ്ടോ, ബുദ്ധിയുള്ളവരും ബുദ്ധി ഇല്ലാത്തവരും ലോകത്തിന് വേണ്ടി ഓടി നടന്നവർ, സ്റ്റേജുകളിൽ പ്രസംഗിച്ചതാ, എവിടെ പ്രസംഗിച്ചതാ, സമ്പത്തെല്ലാം മാറിക്കൂട്ടി, പക്ഷേ എത്രയോ എണ്ണം നഷ്ടപ്പെട്ടു പോയി. നിന്റെ അഭിഷേകം എന്നോ നഷ്ടപ്പെട്ടു പോയി. നീ ഇന്നത് തിരിച്ചറിയുന്നില്ലെങ്കിൽ വിൽക്കുന്നവർ വാങ്ങിക്കൊള്ളുവീരെന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. വീണ്ടും ഒന്നുകൂടെ പോയി ദൈവസന്നിധിയിൽ ഇരിക്കാനും ദൈവസന്നിധി കരയാനും വീണ്ടും അഭിഷേകം പ്രാപിക്കാനും വരുമ്പോൾ മണവാളൻ വന്നിട്ട് പറഞ്ഞു, മണവാളൻ വന്നു. ഇവിടെ പറയും, മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. വാതിൽ അടയ്ക്കപ്പെടുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം അറിയണം, കർത്താവിൻ്റെ വരവെങ്കിൽ വാതിൽ അടയപ്പെട്ടു പോവല്ലേ. കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ഇന്ന് പകൽക്കാലം അറിയണം, കർത്താവിൻ്റെ സന്നിധി നിൽക്കുന്നുവെങ്കിൽ വിശ്വസ്തയോടെ ദൈവസന്നിധി നിൽക്കണം. ഹല്ലേലൂയ. വിശ്വസ്തയോടെ ദൈവസന്നിധി നിൽക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരായി മാറും. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? കണ്ണുനീരോടെ ഇവിടെ പ്രാർത്ഥിക്കും. നിങ്ങളുടെ മേൽ പകരുന്ന അഭിഷേകത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയില്ല. ആമേൻ. നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ലഭിക്കപ്പെടുന്നതല്ല കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനകത്ത് അറിയണം. നിങ്ങളുടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന്റെ ആധിപത്യത്തിന് വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. ആമേൻ. അവസാനമുണ്ട്. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ ന്യായത്തോടെ നീതിയോടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. കർത്താവ് യാക്കോബിന്റെ ഒരു വചനം അയച്ചു, അത് ഇസ്രായേലിന്മേൽ വീണിട്ടുണ്ട്. ഇന്ന് പല പറയുന്ന നിങ്ങളുടെ മേൽ ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ ദൈവം ഒരു ആലോചന തന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ മേൽ നടക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നിങ്ങൾക്ക് വേണ്ടി വാതിലിനെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലും ദൈവമക്കളെ ഞാൻ ഇന്ന് പറയുന്നു, ദൈവത്താൽ ഒരു അനുഗ്രഹം വന്ന് പ്രാപിക്കണമെന്ന് വരികിൽ ദൈവസന്നിധി വിശ്വസ്തനെന്ന് തെളിയിക്കണം. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും പിശാചം ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് അതിനെ വിവേചിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അടയാളം കണ്ട് ഓടിയിട്ട് കാര്യമില്ല, അത്ഭുതം കണ്ട് ഓടിയിട്ട് കാര്യമില്ല. ഈ നാളുകളിൽ പറയുന്നുണ്ട്, ഈ നാളുകളിൽ വ്യക്തമായി പണ്ഡിതന്മാർ പറയാൻ തുടങ്ങി കഴിഞ്ഞു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സ്പിരിറ്റ് കൊണ്ട് കേരളത്തിൽ പോലും അത്ഭുതങ്ങൾ കാണിക്കുന്നവർ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് അന്ത്യകാലമാണ്. നിന്നെ തെറ്റിച്ചു കളയരുത്. ഈ കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടുന്ന കാലഘട്ടമാണ് ഇത്. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ കെടുത്താതെ അന്ത്യത്തോളം വിശ്വസ്തയോടെ നിന്നാൽ നിനക്ക് വേണ്ടി ഒരു ജീവകിരീടം സ്വർഗം വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നീ വ്യാപലിക്കുന്ന ഇന്ന് പകൽക്കാലം നീ വ്യാകുലപ്പെടുന്ന സകലത്തിന്റെ മേൽ ജയം തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ഒരു വിശ്വാസത്തിനകത്ത് വിളിച്ചു പറയണം, നീ വന്ന് കറങ്ങിപ്പോകുന്നവനാകരുത്, നീ വന്ന് നിലനിൽക്കുന്നവനായി പോകണം. വന്ന് എത്തി നോക്കി പോകുന്നവനാകരുത്, നീ അനുഭവിക്കുന്നവനായി മാറണം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, നിന്നെ സൗഖ്യമാക്കുന്നവനും നിന്നെ വിടുവിക്കുന്നവനോ നിനക്ക് വേണ്ടി അത്ഭുതവാതിലുകൾ തുറക്കുന്നതും പരിശുദ്ധാത്മാവാ. അതുകൊണ്ടാണ് പറയുന്നത്, മറിയയുടെ അരികിൽ വന്ന ദൂതൻ പറയുന്നു, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പോലും മറിയയുടെ ഉദരത്തിൽ കുഞ്ഞാകുന്നതിന് മുമ്പേ പറയുന്നു. എന്നിട്ട് അവളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടുമ്പോൾ, ഇന്ന് പകൽക്കാലം അവന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ നിഴലിടുമ്പോൾ, അവന്റെ ആത്മാവ് നിന്റെ മേൽ നിഴലിടുമ്പോൾ നിന്റെ അവസ്ഥകളെ മാറ്റിക്കളയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ദൈവത്തോട് ഒരു ഉടമ്പടി വെക്കണം. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോട് ഒരു ഉടമ്പടി വെച്ച് പറഞ്ഞേ, കർത്താവേ, ഞങ്ങളായിരിക്കുന്നിടത്തോളം കാലം അങ്ങയുടെ സന്നിധി വിശ്വസ്തതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറും. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുന്നവരായി മാറും. ഞങ്ങൾ കർത്താവേ, ഞങ്ങൾ അനേകരെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തുന്നവരാകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ലോകത്തിലുള്ളതിനെ അങ്ങ് സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളും അതിനെ സ്നേഹിക്കുന്നില്ല. കർത്താവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുവാൻ, അങ്ങയുടെ കൃപയിൽ നിൽക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ മേൽ അഭിഷേകത്തെ പകരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവിൻ നാമത്തിൽ കർത്താവേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ സന്നിധിയെ പകരണമേ എന്ന്, അങ്ങയുടെ സാന്നിധ്യം പകരണമേ എന്ന് ഊരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അത് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ചെന്ന് യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിൽ മൂപ്പന്മാർ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം
പകൽക്കാലം വിശ്വാസത്തിനകത്ത് തിരിച്ചറിയണം. മോശ പറഞ്ഞ വചനപ്രകാരം, മോശ ദൈവത്തിന്റെ വചനപ്രകാരം പറയുമ്പോ മൂപ്പന്മാർ 70 പുരുഷന്മാരെ കൂടാരത്തിന് ചുറ്റും നിർത്തി. എന്നാലോ യഹോവ ഒരു മേഘത്തിൽ അവരുടെ മേൽ ഇറങ്ങി വന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഉടമ്പടി വെക്കുമ്പോഴാ ദൈവം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് പറയുന്നത്, എന്നാലോ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവർ അരുളി ചെയ്ത് അവന്റെ മേലുള്ള ആത്മാവിനെ കുറെ എടുത്ത് മൂപ്പന്മാരായ 70 പുരുഷന്മാർ കൊടുത്തപ്പോൾ ആത്മാവിൽ അവർ പ്രവചിക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ദൈവം മേഘത്തിൽ ഇറങ്ങി വരും. ദൈവം മേഘത്തിൽ ഇറങ്ങി വന്ന അവന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരപ്പെടും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം. ആമേൻ. ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തിയിൽ അറിയണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവസന്നിധി വിശ്വസ്തരെന്ന്, നിങ്ങൾ ദൈവസന്നിധി വിശ്വസ്തരെന്ന്, ദൈവസന്നിധി വിശ്വസ്തരെന്ന് നിങ്ങൾ വെളിപ്പെടുത്തണം. നിങ്ങൾ ഒരു മനുഷ്യന്റെ മുഖം കണ്ടല്ല ഇറങ്ങിത്തിരിക്കേണ്ടത്, ദൈവത്തിന്റെ മുഖം കാണണം. നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവം മാത്രമാ. ഞാനിവിടെ സ്റ്റേജിൽ നിന്നാലും ഞാനൊരു സാധാരണ മനുഷ്യനാ. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ മണ്ണിലേക്ക് അടയപ്പെടേണ്ടവനാ. എന്നാൽ ഇന്ന് പകൽക്കാലം വരണം എൻ്റെ മേൽ പകരപ്പെട്ട ഒരു ആത്മാവുണ്ടല്ലോ. ആത്മാവ് ദൈവസന്നിധി ചെല്ലുമ്പോൾ ദൈവം ചോദിക്കും, അമ്മേ വിശ്വസ്തനായ ദാസനെ എന്നുള്ള വിളി കേൾപ്പാൻ തക്കവണ്ണം ഒരുക്കപ്പെടുന്നവരായി മാറണം. പരിശുദ്ധാത്മാവിൽ ഒരുക്കപ്പെടുന്നവരായി മാറണം. ഇന്ന് പകൽക്കാലം വരണം ജീവനുള്ളിടത്തോളം കാലം ഈ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുള്ളൂ. കർത്താവേ, ഞാനൊരു മുടക്കം വരുത്താതെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനായി മാറും. ഇന്ന് പകൽക്കാലം വരണം പിറുപിറുപ്പുകളൊന്നെല്ലാം ഉപേക്ഷിച്ച് വേണം ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും അടച്ച് യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ പകർച്ച വ്യാപരിക്കട്ടെ. കർത്താവേ, ഓരോരുത്തരുടെ മേലും ആത്മാവിനെ പകരണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഓരോരുത്തരുടെ മേലും അവന്റെ അത്യന്ത ശക്തിയെ പകരണമേ കർത്താവേ. അങ്ങയുടെ വരവിങ്ങൽ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ 10 കന്യകമാരെ പോലെ 5 കന്യകമാർ അവരെ ഒരു വിളക്കെടുത്ത് തെളിച്ച പോലെ കർത്താവ് തെളിയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതില്ലാതായി പോകല്ല കർത്താവേ. ഞങ്ങളുടെ മേൽ പുതിയ അഭിഷേകത്തിന്റെ നിറവ് ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവ്. ഈ സഭയിലായിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ആത്മാവിന്റെ ശക്തിയെ പകരണമേ കർത്താവേ. അവർ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെടുന്നവരായി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് ആത്മാവിൽ അറിയണം, പ്രാർത്ഥിക്കുന്നവന്റെ മേൽ പകരപ്പെടുന്ന ഒരു ആത്മാവുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ അടുത്ത ലെവലിലേക്ക് പോകും. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ നിൽക്കുന്നവനും അടുത്ത ലെവലിലേക്ക് പോകും. യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു, അവന്റെ കൂടെ നിന്ന് ശിഷ്യന്മാർ അടുത്ത ലെവലിലേക്ക്. പത്രോസ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, അവനെ അടുത്ത ലെവലിലേക്ക് മാറ്റിയത് നല്ല ഗുരുവിന്റെ കീഴിൽ നിന്നുകൊണ്ടാ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ അറിയണം, ഈ ലോകത്തിന് അകത്തല്ല, ഈ ലോകത്തിൽ ഞാൻ ആയിരിക്കുമ്പോഴും എന്റെ കർത്താവിന്റെ കൃപ എന്നോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശുവിന്റെ നാമത്തെ നിങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിച്ച കർത്താവേ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ ഒന്ന് പകരുക. ഇന്ന് പൗലെ കർത്താവ് ഞങ്ങൾ ഭവനത്തിൽ ചെല്ലുമ്പോ അത്ഭുതകരമായ അടയാളം കാണുക. യേശുവിന്റെ നാമത്തെ കർത്താവെ പ്രാർത്ഥിക്കുക. ഈ ഭൂമി ചാഞ്ചാടാൻ അധിക സമയമൊന്നുമില്ല. ഈ ഭൂമി ചാഞ്ചാടുന്ന സമയമായി നിൽക്കുകയാ. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാൽ ദൈവമക്കളെ തൊടാത്തവർ കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് പകൽ ആത്മാവിന്റെ നിറവിനകത്ത് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുക, അങ്ങയുടെ സന്നിധി വിശ്വസ്തയോടെ നിൽപ്പാനുള്ള ഒരു കൃപ തരണം എന്ന് പ്രാർത്ഥിക്കുക. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ഞങ്ങളുടെ മേൽ പകരുന്നിരിക്കുന്ന അഭിഷേകത്തെ ഞങ്ങളുടെ മേൽ അത് ഉണങ്ങി പോകാത്തവണ, അത് നഷ്ടപ്പെട്ടു പോകാത്തവണ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കൃപയെ പകരണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്നായിരിക്കുന്ന ഓരോ കുടുംബങ്ങൾ അവരുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ അത്ഭുതകരമായ ഒരു വിടുതൽ കാണട്ടെ കർത്താവേ. അവർക്ക് പ്രാർത്ഥിക്കാൻ മല്ലാതെ വരുന്നത്, അവർക്ക് അവർക്ക് ആരാധനയ്ക്ക് വരാൻ വല്ല തടസ്സമായി നിൽക്കുന്നത് ചില പ്രതികൂലമാണെങ്കിൽ ആ പ്രതികൂലം ഇന്ന് പകൽ മാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ. അടിയൻ മതിൽ കെട്ടി പ്രാർത്ഥിക്കുക കർത്താവേ. അത് രോഗബന്ധനങ്ങളാണ്, അത് മാറിപ്പോട്ടെ. കടഭാരങ്ങളാണ്, അത് മാറിപ്പോട്ടെ. പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളാണ്, അത് പോട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവർ ഭാരപ്പെടുന്ന സകല വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് നീങ്ങി മാറി ഇവരുടെ മേൽ ഒരു അത്ഭുതത്തിന്റെ വാതിലെ തുറന്ന ദൈവം വിശാലതയെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തലമുറകളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് പുതുവഴികളെ തുറന്നു കൊടുക്കട്ടെ. അവർ ശ്രേഷ്ഠമായ പാതയിൽ നടക്കട്ടെ. അവരുടെ ഹൃദയം ദൈവത്തോട് കൈമാറുമോ അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട വാതിലാകെ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, ഈ ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവേ ഇവരെ വർധനവിനാൽ വർദ്ധിപ്പിക്കണമേ അപ്പാ. ഇവരുടെ കൂടെ ദൈവത്തിൻ്റെ കൃപ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥിക്കുന്നവൻ അടുത്ത ലെവലിലേക്ക് പോവും. പ്രാർത്ഥിക്കുന്നവൻ ഉയർച്ചകളിലേക്ക് പോവും. പ്രാർത്ഥിക്കുന്നവൻ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെടും. പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ നിൽക്കുന്നവനും അനുഗ്രഹമാ. പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ നടക്കുന്നവനും അനുഗ്രഹമാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവസഭയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. വിശാലമായ വാതിലുകളെ തുറക്കട്ടെ. ഈ വരുന്ന ആഴ്ചകളിൽ ഇവർ അത്ഭുതകരമായ സാക്ഷ്യം ഇവർ കേൾക്കട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുക കർത്താവ്. വിശാലത നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.